ഇവിടെ ഒരു സംവിധാനം പോലെ യാത്രയിൽ അവിടുത്തെ മുൻപിൽ നിന്നായിരിക്കുന്നു. ജനത്തോട് സംസാരിക്കും. എല്ലാത്തിനും നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഉയർത്തി അത്യുച്ചത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞു. ഒത്തിരി അനുഗ്രഹിക്കുമാറായിട്ട് ഈ രാത്രി സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനത്തിൽ രാത്രിയിൽ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് കരുണ ചെയ്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കരുണയാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരേ വിഷയത്തിൽ നിന്നാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ചിന്തിച്ചതിന്റെ അനന്തര ഭാഗങ്ങൾ ഈ രാത്രിയിൽ വേഗത ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രതീക്ഷയോട് ദൈവമുഖത്തേക്ക് നോക്കണമെന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം എണ്ണുന്നു. തേജസ്കരണം എന്ന് പറയുന്ന ആ ഭാഗം ശരിക്കും ചിന്തിക്കണമെങ്കിൽ അതിന് മുൻപുള്ള ഭാഗങ്ങൾ ചിന്തിക്കണമെന്ന് ഇന്നലെ രാത്രി നമ്മൾ പറയുകയുണ്ടായി. ഇന്നലെ രാത്രി പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി സൗകര്യാർത്ഥം ഒന്ന് ഓർപ്പിച്ചിട്ട് അനന്തര ഭാഗങ്ങൾ വേഗം ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനത്തിന് പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ വിഷയം നീതീകരണം, രണ്ടാമത്തെ വിഷയം വിശുദ്ധീകരണം, മൂന്നാമത്തെ വിഷയം തേജസ്കരണം. റോമാലേഖനത്തെ ക്രമമായി പഠിച്ചാൽ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ നീതീകരണവും, 6, 7 അധ്യായങ്ങൾ യഥാക്രമം വിശുദ്ധീകരണവും, 8 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ തേജസ്കരണവുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ആ മേഖലയിൽ ചിന്തിച്ചത് എന്താണ് നീതീകരണം. നീതീകരണത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇങ്ങനെയാണ്. 1-2 അധ്യായങ്ങൾ പറയുന്നു ജാതി ന്യായവിധിയുടെ കീഴിലായിരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ തന്ന ഭാഗങ്ങൾ വായിക്കാൻ സൗകര്യപ്പെടുമെങ്കിൽ വായിക്കുന്നത് നല്ലതായിരിക്കും. ജാതികൾ ന്യായവിധിയുടെ കീഴിലായിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് അവർക്ക് ഒരു ന്യായവിധിയുണ്ട്. ഇസ്രായേൽ 3-ാം അധ്യായം പറയുന്നു ഇസ്രായേലും അതേ ക്രമത്തിൽ അതേ ന്യായവിധിയിലാണ്. അങ്ങനെ ജാതികളും ഇസ്രായേലും ഒരുപോലെ ന്യായവിധിയുടെ കീഴിലായിരിക്കുമ്പോൾ ആ ജനതയെ അവിടെ നിന്ന് ന്യായവിധിയുടെ നിഴലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ അസാധാരണമായ ഒരു അനുഗ്രഹത്തിന്റെ പേരാണ് നീതീകരണം. ഇന്നലെ നീതീകരണം എന്താണ്, നാം ആരാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ പറഞ്ഞത് നമ്മൾ നീതിമാന്മാരാകും. റോമാലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം അനുസരിച്ച് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ആ വാക്യം അനുസരിച്ച് ആരും നീതിമാന്മാരായില്ല. എന്തുകൊണ്ട് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് റോമാലേഖനം പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു ജനവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് ഇവിടെ പറയുന്നു. എന്നാൽ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴോ ദൈവത്തിന്റെ നീതി യേശുക്രിസ്തുവിലെ ദൈവനീതി തന്നെ, സ്തോത്രം, യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. അപ്പൊ ന്യായവിധിയുടെ നിഴലിൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നീതിമാന്മാരല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു ആകാശത്തിന് ഭൂമിക്ക് നടുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവരെയും അവൻ നീതിമാനെന്ന് പ്രഖ്യാപിക്കുന്നു. നീതിമാനാക്കുകയല്ല, നീതിമാനെന്ന് പ്രഖ്യാപിക്കുക. ഒന്നുകൂടെ പറഞ്ഞ നീതിവൽക്കരണം. നാം നീതിമാന്മാരായി തീരും. നമ്മുടെ പേര് നീതിമാന്മാർ എന്നാകും. എന്താണ് ശരിക്കുമുള്ള നീതീകരണം? 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപത്തെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. അതാണ് വാസ്തവത്തിൽ നീതീകരണം. തന്റെ പൊറുമയിൽ, തന്റെ ക്ഷമയിൽ ദൈവം എന്ത് ചെയ്തു? നമ്മുടെ മുൻകഴിഞ്ഞ പാപത്തെ, അത് കൊലപാതകമായാലും വ്യഭിചാരമായാലും മോഷണമായാലും പിടിച്ചുപറിയായാലും കൊലപാതകമായാലും ഏത് വലിയ പാപമായിരുന്നാലും ഈ പാപത്തെ യേശുവിനെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട്, യേശുവിനെ വിളിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ശിക്ഷിക്കാതെ വിട്ടു. നമ്മെ അവനിലാക്കി നാം ഇപ്പോൾ നീതിമാന്മാരാകുന്നു. ഇങ്ങനെ പാപം മോചിക്കപ്പെട്ട ഒരു കൂട്ടത്തെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിർത്താൻ അവിടുന്ന് എന്താ ചെയ്തത്? അവിടുന്ന് തന്നെ ആത്മാവിനെ നമുക്ക് നൽകി. ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത് ആത്മാവിനെ തന്നത് കേവലം അന്യഭാഷ പറയുന്നതിന് വേണ്ടിയല്ല, സ്തോത്രം, കേവലം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയല്ല, നമുക്ക് നീതിബോധം നൽകാൻ വേണ്ടിയാണ്. അപ്പം നീതിമാന്മാരായി ഒരിക്കൽ പ്രഖ്യാപിക്കപ്പെടുകയും ഇപ്പോൾ ആ നിലയിൽ തുടരുകയും ചെയ്യുന്ന
വിശ്വസിക്കുന്നവർക്ക് എങ്ങനെ നിൽക്കുവാൻ കഴിയും എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അങ്ങനെയാണ് ഇന്നലെ രാത്രിയിൽ നമ്മൾ നിർത്തിയത്. ഒരുപാട് ഭാഗങ്ങൾ ആ വിഷയത്തെ കുറിച്ച് പറയുവാൻ ഉണ്ടെങ്കിലും നമ്മുടെ സമയം പരിമിതമാണ്. വാസ്തവത്തിൽ ഞാൻ ഈ എടുക്കുന്ന സബ്ജക്റ്റുകളെല്ലാം തന്നെ വളരെ വിപുലമായ സബ്ജക്റ്റുകളാണ്. എന്നെ സാധാരണ നാട്ടിൽ കൺവെൻഷന് പ്രസംഗിക്കാൻ വിളിച്ചാൽ എനിക്ക് രണ്ട് ഡിമാൻഡേ ഉള്ളൂ. ഒന്ന്, 4 കോളാമ്പിയെങ്കിലും വെക്കണം, നാട്ടുകാർക്ക് കേൾക്കണം. 2, 1.25 മണിക്കൂർ തരണം. ഈ 2 കാര്യങ്ങളില്ലെങ്കിൽ ഞാൻ സാധാരണ ഒരു കൺവെൻഷന് പോകാറില്ല. അതിന് കാരണം പ്രസംഗിക്കാനുള്ള കൊതിയല്ല, പറയുന്നത് ജനത്തിൽ എത്തിക്കാനുള്ള ദാഹം കൊണ്ടാണ്. യോഗ നടപടികളൊന്നും കർത്താവിന്റെ പദ്ധതിയിലുള്ള കാര്യമല്ല. കർത്താവിന്റെ പദ്ധതി ഇത് പറയുന്നുള്ളത്. എന്നെ സംബന്ധിച്ച് സുവിശേഷ യോഗത്തിന് വിളിച്ചു കഴിഞ്ഞാൽ സുവിശേഷം പറയണമെന്ന്, അല്ലാതെ പെന്തക്കോസ്തുകാർ കുറെ പേര് കൺവെൻഷൻ വേദിയിൽ വന്നിരുന്നിട്ട് അവരെ തുള്ളിച്ച് കൈയടിപ്പിച്ചു വിടുക എന്നുള്ളതല്ല. രക്ഷാമാനസാന്തരം, പാപമോചനം, നിത്യത, നരകൻ, ന്യായവിധി ഇത്യാദി കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രസംഗിക്കണമെന്നുള്ളതാണ് സുവിശേഷ യോഗത്തെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഞാൻ അവരോട് പറയും 1.25 മണിക്കൂർ തന്നു. എനിക്ക് പറയാൻ വേറൊന്നുമില്ല, സത്യ സുവിശേഷം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റുകൾ വിപുലമായതുകൊണ്ടും സാധാരണ സമയപരിധി എനിക്കൊരു വിഷയം തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് ഞാനത് മനസ്സിലാക്കുന്നത് കൊണ്ട് വേഗം നമ്മൾ മുൻപോട്ട് പോവുകയാണ്. ഞാൻ നീതീകരണം എന്നുള്ള 1ാം ഭാഗത്തിന് ഈ രാത്രി ഇവിടെ തിരശ്ശീലിടുകയാണ്. നിങ്ങൾക്ക് ഏകദേശം അതൊന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിന്റെ 2ാം ഭാഗത്തിലേക്ക് ഈ രാത്രി നമ്മൾ വരുന്നു. വിശുദ്ധീകരണം. എല്ലാവരും പറഞ്ഞാൽ നീതീകരണം തുടക്കവും വിശുദ്ധീകരണം തുടർച്ചയുമാണ്. കേട്ടോ? നീതീകരണം തുടക്കവും വിശുദ്ധീകരണം തുടർച്ചയുമാണ്. ഇവിടെ ഇരിക്കുന്നതിൽ 95% ആളുകളും എംപ്ലോയേഴ്സ് ആണെന്ന് എനിക്കറിയാം. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ഒരു കമ്പനിയിലേക്ക്, ഒരു ഓഫീസിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ നമുക്ക് തരും. ഈ അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ടാണ് നാം ജോയിൻ ചെയ്യുന്ന ദിവസം ആ ഓഫീസിൽ എത്തുന്നത്. ശരിയാണോ? ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം കൊടുക്കണമോ ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, അതോ നമ്മൾ എത്ര വർഷം അവിടെ ജോലി ചെയ്യുന്നോ അത്രയും വർഷം ഈ അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ട് ചെല്ലണോ? വേണം. പിന്നെ 1 ദിവസം. ഇതുപോലെയാണ് നീതീകരണം. ഒരിക്കൽ സംഭവിച്ചാൽ മതി. പിടികിട്ടിയെന്ന് കരുത്. നീതീകരണം ഒരിക്കല. ഞാൻ പാപിയായിരുന്നു, പാപിയായി എന്റെ മേൽ അവന്റെ രക്തം ഒഴിച്ചു. അവന്റെ രക്തം ഒഴിച്ചിട്ട് എന്റെ പാപത്തെ കഴുകി, എന്റെ പാപത്തെ കഴുകിയിട്ട് അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഇപ്പൊ ഞാൻ നീതിമാനായി. എന്നെ എന്നും നീതിമാനായിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, ഒരിക്കൽ പ്രഖ്യാപിച്ചതാ. ഇപ്പോൾ ഞാൻ ആരാ? നീതിമാൻ. അപ്പൊ ഒരിക്കൽ എന്നെ നീതിമാനാക്കിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീതീകരണം എന്ന് പറയുന്നത് തുടക്കമാണ്, വിശുദ്ധീകരണം അതിന്റെ തുടർച്ചയാണ്. നീതീകരണം ഒരിക്കലാണെങ്കിൽ വിശുദ്ധീകരണം തുടർമാനമായി നടക്കേണ്ടുന്ന പ്രക്രിയ. എന്നുവരെ നടക്കണം? ഒന്നുകിൽ ഞാൻ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ എന്റെ കർത്താവിന്റെ വരവ് വരെ. അത്ര മനസ്സിലായി? ഇപ്പൊ നീതീകരണം തുടക്കവും വിശുദ്ധീകരണം തുടർച്ചയുമാകുന്നു. ശരിക്കും എന്താണ് ന്യൂ ടെസ്റ്റമെന്റ് വിശുദ്ധീകരണം? പുതിയ നിയമ വിശുദ്ധീകരണം എന്താ? പുതിയ നിയമ വിശുദ്ധീകരണം വെള്ളം വെള്ളയിടുന്നതാണ്. ഗൗരവത്തോടെ കേൾക്കണേ. പുതിയ നിയമ വിശുദ്ധീകരണം വെള്ളം വെള്ളയിടും. അവിടെയുള്ളവർ മഹാവിശുദ്ധരാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ വെള്ളം വെള്ളയിടുന്നതാണോ വിശുദ്ധി? എനിക്ക് തോന്നുന്നു. ഞാൻ ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്ററാണ്. വെള്ളയോട് എനിക്കൊരു വിരോധമില്ല. വെള്ളയെ വിമർശിക്കുന്നവരെ ഓടിച്ചിട്ട് തല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ കാരണം നമ്മളെങ്ങാനും നിത്യതയെ ചെന്നുപോയാൽ വെള്ളയെ വിമർശിക്കുന്നവൻ വെള്ളയിട്ട് ബോധക്കേട് വരും. നിത്യത ചെന്ന വെള്ളയല്ലാതെ വേറൊരു സാധനം. ജയിക്കുന്നവന് വെള്ളയുടുപ്പ് കൊടുക്കുമെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെ പച്ചയും നീലയും ചുവപ്പും ഒക്കെ ഉണ്ട്. പക്ഷെ നിത്യത ചെന്ന വെള്ളയേ ഉള്ളൂ. അമ്മേ, എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരം വെള്ളം നിലയെങ്കിൽ ധരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരുപാട് പുസ്തകത്തിലേക്കൊന്നും പോകരുത്, അതൊന്നും മനസ്സിലാക്കാൻ പാടുള്ള കാര്യങ്ങളാണ്. സങ്കീർത്തനമേ വായിക്കും. ഞാൻ സാധാരണ എന്റെ നാട്ടിലെ കത്തി പറയാറുണ്ട്,
കുറ്റി അടിച്ച സങ്കീർത്തനം, കല്ലിട്ട സങ്കീർത്തനം, കട്ടള വെച്ച സങ്കീർത്തനം, കയറി താമസിച്ച സങ്കീർത്തനം, മരിച്ച സങ്കീർത്തനം, ജനിച്ച സങ്കീർത്തനം, കല്യാണം നടന്ന സങ്കീർത്തനം, ഉപവാസ പ്രാർത്ഥന സങ്കീർത്തനം, ഞായറാഴ്ച ആരാധന സങ്കീർത്തനം, എവിടെ തിരിഞ്ഞാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് പണ്ട് കവി പാടിയതുപോലെ നമ്മൾ എന്ത് ചെയ്താലും സങ്കീർത്തനം അല്ലാതെ വേറെ സാധനമില്ല. അത് മനസ്സിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ. ബൈബിൾ അടച്ചിട്ട് അതിന്റെ പുറം കവർ ഒന്ന് നോക്കിയാൽ മതി. ഈ സെന്റർ ഭാഗം തണ്ടി മുകളിലോട്ട് നിൽക്കുന്ന കാണാം. കാരണം നമ്മൾ സങ്കീർത്തനത്തെ വായിക്കും, ലേഖനത്തിലേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. ഹലോ, വെളിപ്പാട് പുസ്തകമൊക്കെ വായിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുള്ളൂ. അപ്പൊ വെള്ള വിമർശിക്കേണ്ട കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവിടെ വിശുദ്ധിയുടെ മാനദണ്ഡം വെള്ളയല്ല. അതുകൊണ്ട് വെള്ളക്കേറി വെട്ടുമൊന്നും വേണ്ട, അവിടെ തന്നെ വെള്ളം ഇട്ടേ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടുത്തെ വിശുദ്ധിയുടെ മാനദണ്ഡം എന്തല്ല, പിന്നെ ക്ലീൻ ഷേവ്. ക്ലീൻ ഷേവുകാരെല്ലാം വിശുദ്ധരായിരുന്നു. നോർത്ത് ഇന്ത്യയിലെ പിള്ളേർ മുഴുവൻ വിശുദ്ധരായിരുന്നു. ഇവിടെ എങ്ങനെയാണ് മറ്റു രാജ്യക്കാരൊന്നും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ക്ലീൻ ഷേവ് ചെയ്യുന്നവരെല്ലാം വിശുദ്ധരാണെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാർ ഭൂരിഭാഗം എല്ലാം ക്ലീൻ ഷേവ് വരുന്നത്. ക്ലീൻ ഷേവ് അല്ല പ്രിയ വിശുദ്ധി. പിന്നെ മാലങ്കമ്പലി ഊരുന്നാണ്. മാലങ്കമ്പലി ഊരുന്നാണ് വിശുദ്ധീകരണമെങ്കിൽ ഇവിടുത്തെ ട്രെൻഡി പിള്ളേർ മുഴുവൻ വിശുദ്ധരായി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇതൊന്നും ഇല്ലാതെ നടക്കുന്നു. അപ്പൊ വിശുദ്ധീകരണം എന്താണ്? എന്തോ ഈ പറയുന്നത് വിശുദ്ധി. ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ പുതിയ നിയമത്തിൽ ഞാൻ കണ്ട വിശുദ്ധി എന്താന്ന് പറഞ്ഞു. റോമലേഖനം 6-2 പറയുന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പൊ എന്താ വിശുദ്ധി? വിശുദ്ധീകരണം എന്താ? പാപസംബന്ധമായി മരിച്ചവരായ നാം. കമോൺ, എന്തോ വിശുദ്ധീകരണം? പാപസംബന്ധമായി മരിക്കുക. അതെന്താ ഈ പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ? പറയാം. കള്ളു കുടിക്കാൻ ഇഷ്ടമുള്ള അച്ഛൻ മരിച്ച് പെട്ടിക്കിടക്കുക. അച്ഛന് കള്ളു കുടിക്കാൻ താല്പര്യമാണെന്ന് അറിയാവുന്ന മക്കൾ അച്ഛന്റെ പെട്ടിക്കെടുക്കൽ കൊണ്ടെന്ന് 12 കുപ്പി കള്ള് വെച്ചെടുക്കാം. അച്ഛൻ പെട്ടിക്കിടന്നുകൊണ്ട് തന്നെ കാണാൻ വന്ന എല്ലാവരും ഇങ്ങനെ നോക്കി വന്ന കൂട്ടത്തിൽ വലതുവശത്തിരിക്കുന്ന 12 കുപ്പി കള്ള് കണ്ടു. അച്ഛൻ പെട്ടി അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് കള്ളുകുപ്പിയെ കെട്ടിപ്പിടിച്ച് എന്റെ കള്ള് എന്ന് വിളിക്കോ? വിളിക്കോ? എന്താ കാര്യം? മരിച്ചുപോയി. ഇത് തന്നെ വിശുദ്ധീകരണം. മനസ്സിലാകുന്നവർക്ക് എന്തോ വിശുദ്ധീകരണം. പാപസംബന്ധമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം വിട്ട് ഓടുക എന്നല്ല, പാപത്തിന്റെ നടുവിലാണ് നിൽക്കുന്നതെങ്കിലും മരിച്ചത്. ഇവിടുത്തെ ആളുകൾക്ക് കഷ്ടപ്പെടും ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ. കർത്ത വളരെ ലളിതമായിട്ട് പറയുക, കുഞ്ഞെ പാപസംബന്ധമായിട്ട് മരിച്ചാൽ മതി. ഈ പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വെച്ച് താരതമ്യമാണ്. പഴയ നിയമത്തിൽ ഇയ്യോബ് പറയുന്ന എന്റെ കണ്ണുമായി ഞാനൊരു നിയമം ചെയ്തിരിക്കുന്നു, ഇനി കന്യകയെ നോക്കുന്നത് എങ്ങനെ? അപ്പൊ കന്യകയെ നോക്കാതിരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, കണ്ണുമായിട്ട്. കന്യക നോക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീകളെല്ലാം ചമരോട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ കാര്യമുണ്ട്. കന്യകനെ നമ്മൾ എഴുതാൻ പറ്റാത്തത് കൊണ്ട് എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ, ആണും പെണ്ണും അതിനകത്തുള്ളൂ. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുക എന്നുള്ളതാണ്. നോക്കുക മീൻസ് ആസ്വദിക്കുക. നോക്കി കാണുക എന്നുള്ളതല്ല, ആസ്വദിക്കുക. അവിടെ ഇയ്യോ പറയുന്നത് ഞാൻ എന്റെ കണ്ണുമായിട്ടൊരു നിയമം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് കന്യക നോക്കുന്നത് എങ്ങനെ? ശ്രദ്ധിക്കുക, നിയമം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നോക്കാത്തത്. നിയമം തെറ്റിയാൽ നോക്കാം. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്ന് നിയമം തെറ്റിയാൽ നോക്കാമെന്നാണ്. അല്ല, ആ നോക്കാനുള്ള എന്റെ കണ്ണ് പറ. നോക്കാനുള്ള എന്റെ കണ്ണ് ഒരു സ്ത്രീയെ നോക്കി ആസ്വദിക്കാനുള്ള, പുരുഷനെ നോക്കി ആസ്വദിക്കാനുള്ള എന്റെ കണ്ണ് മരിച്ചുപോയി. ഇനിയിപ്പോ എന്ത് സാധ്യതയുള്ളത്? ചത്തുപോയി. ഇതാ വിശുദ്ധി. ദാവീദ് പറയുന്നത് എന്റെ അത്തരദ്വാരത്തിന്റെ കാവൽ നിൽക്കണമേ. അതെന്തിനാ ദാവീദ്? കർത്താവെ മര്യാദയ്ക്ക് കാവൽ നിന്നോണ്ടല്ല ഞാൻ വല്ലൊക്കെ വിളിച്ചു പറഞ്ഞേക്കുന്നു. പുതിയ നിയമത്തിൽ വന്നപ്പോ കർത്താവ് കാവൽ നിൽക്കുന്നത് കൊണ്ട് ഞാനൊന്നും വിളിച്ചു പറയാതിരിക്കുന്നതല്ല, വല്ലൊക്കെ വിളിച്ചു പറയുന്ന എന്റെ നാക്ക് കമൽ മരിച്ചുപോയി. ഇനി വല്ല സാധ്യതയുണ്ടോ? ഇനി എന്റെ ചോദ്യം, ചില അമ്മമാരൊക്കെ പറഞ്ഞു കേൾക്കും, എന്റെ വായുവല്ല കേൾക്കും കേട്ടോ, നിന്റെ നാക്ക് ചത്തിട്ടില്ല.
കൈവപ്പൊന്നും വേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പാപസംബന്ധമായി മരിക്കുക, അതാ വിശുദ്ധീകരണം. സത്യത്തിൽ എന്റെ ചോദ്യം, ന്യൂ ടെസ്റ്റ്മെന്റ് ആണോ പ്രയാസം, ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണോ? ഞാൻ പറയാം, സത്യത്തിൽ പ്രയാസം ന്യൂ ടെസ്റ്റ്മെന്റ്. കാരണം പഴയ നിയമത്തിൽ എന്നെ വ്യഭിചാരി വിളിക്കണമെങ്കിൽ ഞാൻ വ്യഭിചാരം ചെയ്യണമായിരുന്നു. കുലപാതകീന്ന് വിളിക്കണമെങ്കിൽ ഞാൻ കുലപാതകം ചെയ്യണമായിരുന്നു. ഇതാ കൽപ്പന. ചെയ്താൽ ഞാൻ വ്യഭിചാരിക്കും. പക്ഷെ പുതിയ നിയമം എന്ന് പറയുമ്പോൾ ഈ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളെ വിളിക്കുന്ന പേരാണ് ഗിരിപ്രഭാഷണം. എന്ത് പ്രഭാഷണം? ഗിരീഷ് നടത്തിയ പ്രഭാഷണം എന്നല്ല, മലയാളം മോളിൽ കയറി നടത്തിയ പ്രഭാഷണമായതുകൊണ്ട് അതിനെ ഗിരിപ്രഭാഷണം എന്ന് വിളിക്കും. ഈ ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം വ്യാഖ്യാനിക്കുകയാണ്. എന്നോടൊപ്പം പറഞ്ഞേ, ന്യായപ്രമാണം വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞാൽ കൽപ്പന 1, 2, 3 കയ്യിലോട്ട് എടുത്തിട്ട് കർത്താവ് അതിനെ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ഹാഫ് ബോട്ടിൽ വെള്ളമാണ്. ആ ഹാഫ് ബോട്ടിൽ എടുത്തിട്ട് കർത്താവ് ബാക്കിലൂടെ ഒഴിച്ചു. ഇതാ പുതിയ നിയമം. പറയാം, വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കൽപ്പന, ന്യായപ്രമാണം. ഇത് ഹാഫ് ബോട്ടിൽ വെള്ളമാണ്. ഇതിനെ കർത്താവ് കയ്യിലോട്ട് എടുത്തു. എന്നിട്ട് ബാക്കിലൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു. ഒഴിച്ചിട്ട് പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ അവളുമായിട്ട് വ്യഭിചാരം. മറ്റേത് ഹാഫ് ബോട്ടിലായിരുന്നു. വ്യഭിചാരം ചെയ്താലേ ഞാൻ വ്യഭിചാരി എന്ന് വിളിക്കപ്പെടത്തുള്ളായിരുന്നു. ഇപ്പൊ കർത്താവ് ആ ഹാഫ് ബോട്ടിൽ എടുത്തിട്ട് അതിന്റെ അകത്ത് ബാക്കി ഒഴിച്ചിട്ട് അത് ഫീൽ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, ഇപ്പം വ്യഭിചാരം ചെയ്യണ്ട, മോഹിക്കേണ്ടതിന് നോക്കിയാൽ മതി. ഓ ജീസസ്, ഞാനോ നിങ്ങളോട് അവർക്കുണ്ട്, ഞാനോ നിങ്ങളോട്. അതിന് 27ാമത്തെ വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 27 വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ആ ബോട്ടില. ഇതിനകത്ത് 28ാം വാക്യത്തിലേക്ക് വന്നപ്പോ ഞാനോ നിങ്ങളോട്, ഒരു ബോട്ടിലൂടെ ഉണ്ടായിരുന്ന കാണിക്കാറുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നത്. അതിനകത്ത് ബാക്കിയൂടെ ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു, മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ അവളുമായിട്ട് വീഡിയോ. അപ്പൊ കട്ടിയോടാ പറ. ന്യൂട്രസ്മെന്റ്. അടുത്തത്, കുല ചെയ്യാനെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ബോട്ടിൽ വെള്ളം കർത്താവ് അത് കയ്യിലോട്ട് എടുത്തിട്ട് ബാക്കി കൂടെ ഒഴിച്ചു. എന്നിട്ട് പറയുക, ഞാനോ നിങ്ങളോട് പറയുന്നത്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിക്കും. പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപതി സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഊഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. മറ്റേ ഞാൻ കൊലപാതകയെന്ന് വിളിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരുത്തന്നെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കണം. കത്തി കുത്തി ഇറക്കിയ കൊലപാതകയാകും. അത് ചാകണം. ചത്ത അവന്റെ മൂക്കി പഞ്ഞി വെച്ച് കാലും കൂട്ടി കെട്ടി പെട്ടിക്കകത്ത് കിടത്തിയാൽ എന്നെ കൊലപാതകയെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്നെ കൊലപാതകയെന്ന് വിളിക്കാൻ ഒരു മാർഗവും വേണ്ട. ചുമ്മാ സഹോദരൻ ഇരുന്നങ്ങ് പകച്ചാൽ മതി. ഞാൻ ആരായി? അപ്പൊ കട്ടിയെവിടാ അമ്മേ. പക്ഷേ പഠിപ്പിച്ച് ഇങ്ങോട്ട് വന്നപ്പോ കർത്താവ് പറഞ്ഞു, ഇത്രയും ഭയങ്കര കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടുന്ന് പറയുക, എന്റെ മുഖം മൃദുവും എന്റെ ചുമട്, ഒന്നുകൂടെ, എന്റെ മുഖം മൃദുവും എന്റെ ചുമട്. കർത്താവ് മനസ്സിലാക്കിയില്ലെന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തോ പറയുന്നത്. കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ കലപ്പ, ഈ മുഖം വെക്കുന്നത് ഒരു കാളയുടെ തോളിലല്ല. ആണോ? അല്ല, വേറെ ഒന്നും കൂടെ വേണം മുഖം വെക്കണമെങ്കിൽ. എന്റെ മുഖം മൃദുവാണ് എന്ന് പറഞ്ഞാൽ ഇത് ചുമക്കാൻ ഞാൻ ഇവിടെ ഉണ്ട്, പക്ഷെ എന്റെ വലഭാഗെ അവന് നിപ്പുണ്ട്. പിടികിട്ടുന്നുണ്ട്? ആമേൻ പറ. അമ്മേ, എന്താ സംഭവിക്കുന്നതറിയോ? ഇതിന്റെ ഭാരം മുഴുവൻ അവന്റെ ചുമലിലാണ്. അതിന്റെ ഒരു അംശമാണ് എന്റെ ചുമലിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എന്റെ മുഖം മൃദുവാണ്, എന്റെ ചുമട് പിടികിട്ടുന്നുണ്ട്. രാമേ പറഞ്ഞു. കർത്താവുമായി അങ്ങനെയുള്ള ഒരു ബന്ധത്തിലാണ് ഈ ആത്മീയ ജീവിതം വളരെ ഫ്രീ ആയിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെയാണ് ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയ അവിടെയാണ് പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കേണ്ടുന്ന മേഖല. ഇവിടെയാണ്
ഞാൻ പറയാൻ പ്രിയരെ, സ്തോത്രം, ഇവിടെ അന്യഭാഷയിൽ ആരാധിക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ ബ്രദർ സെമിനാരി പഠിച്ചതുകൊണ്ട് ബ്രദർകാരെ എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്രദർകാരുടെ കൂട്ടത്തിൽ ഒറ്റ പെന്തക്കോസുകാരില്ല. പക്ഷെ പെന്തക്കോസ് വന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, പെന്തക്കോസുകാരുടെ കൂട്ടത്തിൽ ഒത്തിരി ബ്രദർകാരുണ്ട്. ഈ ബ്രദർകാരെ പെന്തക്കോസിൽ കൊണ്ടുവന്നിട്ട് കത്തിക്കാം. എന്നാൽ ഈ പെന്തക്കോസിലെ ബ്രദർകാരെ എവിടെയിട്ട് കത്തിക്കാൻ? വല്ല പെട്രോൾ ഒഴിച്ച് കത്തിക്കാനല്ല, വേറെ ഒരു മാർഗം. എന്റെ പൊന്നുറിയനെ, അന്യഭാഷാ ഭാഷ ഒരാവശ്യം, അതൊരാവശ്യം. ഹലോ, എന്താ ഇതിന്റെ അത്യാവശ്യം എന്താണെന്നറിയോ? ഇവിടെ ഇങ്ങനെ പോകാം, നമ്മളെല്ലാം മരിക്കത്തില്ലയോ? നോക്കണുണ്ട് എന്റെ മുന്ന് മുഖത്ത് നോക്കി ചങ്കി കുത്തുന്ന വർത്താനം പറയാൻ. നമ്മളെല്ലാം മരിക്കത്തില്ലയോ? മരിക്കില്ലേ? മരിക്കണം, ഞാൻ മരിക്കും, നിങ്ങൾ മരിക്കും. പിന്നെ കുട്ടിക്കൂടെ കേറാലോരിയോ ഷീറ്റ് ഇങ്ങനെയൊക്കെ ഇതെല്ലാം തീരാൻ പോകുക. ഞങ്ങള് പിന്നെ പരിശോധന പാടുന്ന ഒരു പാട്ടുണ്ട്, കായത്തിൽ ആ സകലം ആഭരണം അണിഞ്ഞാലും കായപ്പിടുകിൽ ദേഹം മാറിടും നരൻ പുല്ലാണ്, അവൻ പുഴുവാണ്, നിറം കുറഞ്ഞിടുമേ, സ്ഥലം മറന്നിടുമേ, വടി മുടി പിടിച്ചവനായാലും എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. മനുഷ്യന്റെ ജീവിതം വെള്ളത്തിൽ വെറും ഒരു കുമിള പോലെയാണ്, പുലരുമ്പോൾ വിരിയുന്ന മലര് പോലെയാണ്. മനുഷ്യന്റെ ജീവിതം അത് ക്ഷണികമാണ്. എന്നിട്ട് ആ പാട്ടിലെ ഭാഗം, പണ്ഡിത പാമരം ഭേദമന്യേ, പഴക്കം പാവങ്ങൾ ഭേദമന്യേ, പട്ടിണിയായാലും സമൃദ്ധിയിലും പല പല സമയത്തായി മരണം കിടന്നു. നമ്മളെല്ലാം മരിക്കും. പക്ഷേ നമ്മുടെ പ്രത്യാശ ശവപ്പെട്ടി കൊണ്ട് തീരത്തില്ല. നമ്മുടെ പ്രത്യാശ ശവപ്പെട്ടിക്ക് അപ്പുറം ചെല്ലുന്നതാ. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഞാനും നിങ്ങൾ മരിക്കും, ശവപ്പെട്ടിക്ക് കല്ലറയുടെ അകത്താകും. എന്നാ ഈ കല്ലറ വിട്ട് അവിടുത്തെ കാഹളത്തിൽ ഞാനും നിങ്ങൾ ഉയർത്തണമെങ്കിൽ ആത്മനിർഭരം നമ്മുടെ മേൽ വ്യാപരിക്കാൻ പറ്റുന്നുള്ളൂ. അബുദാബിയിലെ പെന്തക്കോസുകാർക്ക് നല്ലൊരു ഹാലലിയ പറയാൻ അറിയത്തില്ലല്ലേ? ഇപ്പൊ പറയണ്ട, കർത്താവ് പറയിപ്പിക്കും. ഞാൻ സാധാരണ കൺവെൻഷനൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഇവിടുത്തെ കിങ്കരന്മാർ അവിടെ കൂടി ഇവിടെ പൊട്ടുതോട്ടൊക്കെ നടക്കുന്ന സകല പൊടിയുണ്ട്. പിന്നെ കവിക്കൈയും ഒക്കെ കൊടുത്ത് അവൻ വിളിച്ച് ഉപദേശിമാർ പ്രസംഗിക്കുന്നവരുടെ ബിംബർക്കങ്ങ് ആകപ്പാടെ ഒരു ഗിരിഗിരിപ്പാണ്. സ്വോത്രം, ഞാൻ പറയാൻ പ്രിയരെ, ഇങ്ങനെയൊക്കെ മുമ്പൊക്കെ അങ്ങോട്ട് മാടിക്കുത്തി ഒരു പ്രത്യേക നടപ്പൊക്കെ അങ്ങോട്ട് നടന്നാലുണ്ടല്ലോ, ഉള്ള കാര്യം ഞാൻ പറയാം. ഇവനൊന്ന് യേശുവിനെ ഇവിടെ അംഗീകരിക്കുകയല്ലേ കേട്ടോ. പക്ഷേ മരിച്ച് അങ്ങ് ചെല്ലത്തില്ലയോ? അങ്ങ് ചെന്നിട്ട് ഏറ്റവും ഒടുവിൽ എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങിയിട്ട് ഈ സകലമായ പുള്ളികളും പറയും യേശുവാ കർത്താവ്. പക്ഷെ രക്ഷയില്ല. ഇവന്മാരെ പിന്നെ നരകത്തിലോട്ട് തള്ളുക. പിടികിട്ടുന്നുണ്ടോ? രാമേ പറ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്കൊരു പുനരുത്ഥാനം സംഭവിക്കണമെങ്കിൽ അകത്താത്മാവുണ്ടാകാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചോ? റോമലേഖനം 8-ാം അധ്യായം 11 യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് കണ്ടോണേ. എത്ര വലിയ അക്ഷരമായി നിങ്ങൾക്ക് എഴുതിയിരിക്കെ എന്ന് പറയുന്ന പോലെ വീണ്ടും പറയുക. ഓക്കെ, യേശുവിനെ വായിച്ചോ. നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ഫലം പിടിയോ? ഞാൻ നിങ്ങൾ മരിച്ചു പെട്ടി പോകും, കല്ലറക്കകത്താവും. സ്വപ്നം. അത് കഴിയുമ്പോൾ കർത്താവിന്റെ കാകളം തൊലിക്കും. ഈ കാകളം തൊലിക്കുന്ന സമയത്ത് പെട്ടി പൊട്ടിച്ച് കല്ലറ തുറന്ന് ഞാൻ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ യേശുവിനെ കൊണ്ട് അന്യഭാഷ പറയുന്ന പ്രിയപ്പെട്ടവർ മാത്രം കരമുയർത്തിയാണ്. അന്യഭാഷ പറയുന്നവർ മാത്രം, എല്ലാവരും ഹല്ലേലൂയ പറയാൻ അല്ല, അന്യഭാഷ പറയുന്നവർ മാത്രം കരമുയർത്തുക. സ്തോത്രം. ഇനിയും ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ഞാൻ ഇതിങ്ങനെ കട്ടിക്ക് പറഞ്ഞു പോകും. പുറകെ റൈസോമർ വരുന്നുണ്ട്. ഇതിന്റെ രീതിയെല്ലാം മാറും. സ്തോത്രം. ഇതിപ്പോ ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. ഞാനൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയിടുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു കൂടണമെന്നില്ല. എന്നാലും ഞാൻ പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസ് ഒന്നും നടക്കുന്നില്ല. ചിലപ്പോൾ വചനത്തിന്റെ ശക്തി ഒക്കെ വെളിപ്പെടും. അത് വേറെ. അന്യഭാഷ പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം അത് എന്നുള്ള നിലയിൽ പ്രാപിക്കുന്നത് വരെ തുടർന്നോണം. കാര്യമില്ല.
സ്തോത്രം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, പിടിയോ, ഈ ജീവകാലത്ത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് വസിക്കുന്നെങ്കിൽ, ഇപ്പോ എന്നിൽ വസിക്കുന്നെങ്കിൽ എന്താ സംഭവിക്കും? യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട്, അപ്പം നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ ജീവിപ്പിക്കപ്പെടണമെങ്കിൽ യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കണം. ഒന്നും മേലോട്ട് കയറത്തില്ല കേട്ടോ. കൂട്ടിത്തരകം കുർബാനയൊക്കെ ആരാണ് പഠിപ്പിക്കുക? ഇതൊന്നും വെച്ച് മേലോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. മരിച്ചാൽ മരിച്ചതാ. മരിച്ചവൻ മരണത്തിൽ നിന്ന് ഉയർത്തണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. ജീവകാലത്ത് യേശുവിന്റെ ആത്മാവിനെ അവൻ അനുഭവിച്ചവനായിരിക്കണം. കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ഇങ്ങനെ ഈ 3 ശബ്ദങ്ങളുമായി മധ്യാകാശത്തിൽ എന്റെ കർത്താവ് വരുമ്പോ അവന്റെ കാഹളം മരിച്ച് കല്ലറയിൽ വിശ്രമിക്കുന്ന എന്റെ കാതുകളിൽ എത്തണമെങ്കിൽ, എന്റെ കാതുകളിൽ എത്തി മണ്ണോട് മണ്ണ് ചേർന്ന് എന്റെ ശരീരം ആ കല്ലറയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ എന്റെ ജീവകാലത്ത് ഈ ആത്മാവിനെ എനിക്ക് അനുഭവിക്കുവാൻ കഴിയണം. ഈ കടിച്ചതാ പോട്ടെ. സ്വതന്ത്രം സാറേ, സ്വതന്ത്രം അത് വന്നോട്ട് കുഴപ്പമില്ല. ശബ്ദം ഉയർത്തി രാമേ പറ. ഒരിക്കൽ കൂടെ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്നിൽ വസിക്കണം. വസിച്ചാൽ, വസിച്ചാൽ വേണോ? ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ പ്രിയരെ? എന്തുവാ ഇവിടുത്തെ മണിയുടെ പേരെന്തോ? ദീർഘം. ബാങ്കിൽ ഇഷ്ടം പോലെയൊക്കെ ഉണ്ടാക്കി അവിടെ ഒരു 4000 സ്ക്വയർ ഫീറ്റ് ഒരു ലക്ഷോറിയസ് വിലയും 87 ലക്ഷത്തിന്റെ ഒരു വലിയ വണ്ടിയും ഒക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? എത്ര നാളെ ജീവിക്കാണ്? നമ്മുടെ ദിവസങ്ങൾ എഴുതി കൂട്ടിയാൽ എത്ര ദിവസം കാണുമെന്നറിയോ? 80 വയസ്സ് വരെ ഒരുവൻ ജീവിക്കുമെങ്കിൽ ആ 80 വയസ്സ് വരെ ജീവിക്കുന്ന മനുഷ്യൻ എത്ര ദിവസം ജീവിക്കുമെന്നറിയോ? ഇത് കഴിയുമ്പോ ഞാൻ പറയും, നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്, ഒരു ചിന്തകൻ പറയും, നിത്യത മുതൽ നിത്യത വരെയുള്ള യാത്രക്കിടയിൽ വഴിയമ്പലത്തിൽ വിശ്രമിക്കുന്ന പാന്തനാണ് മനുഷ്യൻ. ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിലെ ആരാധന കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് 12 മണിക്ക് ഇറങ്ങി. 2 മണിയായപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നു. 4:15 എന്റെ ഫ്ലൈറ്റ്. സ്തോത്രം. അവിടുത്തെ കാര്യങ്ങളെല്ലാം തീർന്ന് ഞാൻ അവിടെ സ്തോത്രം അതിന്റെ വെയിറ്റിംഗ് ഏരിയയിൽ വന്ന് വെയിറ്റ് ചെയ്തു. ഞാൻ പറയും, എയർപോർട്ടിൽ 1.5 മണിക്കൂർ ഇരിക്കാൻ വേണ്ടി അല്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആണോ? എന്റെ ലക്ഷ്യം എന്താ? അബുദാബി വരിക എന്നുള്ളത്. ഞാൻ വന്നത് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാനല്ല, ലോഞ്ചിൽ ഇരിക്കാനല്ല. ജീസസ്, ഞാൻ വന്നത് ഇവിടെ പ്രസംഗിക്കാൻ. നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അവിടുന്ന് വന്നതാ. എവിടുന്ന്? നിത്യതയിൽ വന്ന. എങ്ങോട്ട് പോവാ? അതിന്റെ ഇടയിൽ 1.5 മണിക്കൂർ എയർപോർട്ടിൽ ഇരുന്നത് പോലെയുള്ള ഒരു ഇരിപ്പായത്. നമ്മുടെ 80 വയസ്സെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കൊച്ചു വെയിറ്റിംഗ് പലപ്പിടിക്കുന്നുണ്ടോ? ഇതല്ല ജീവിതം. ജീവിതം അവിടെയല്ലേ? ഞാൻ ദൈവം ഭൗതിക അനുഗ്രഹം തരുമെന്ന് വിശ്വസിക്കുന്നയാളാണ്. ആരെങ്കിലും ദൈവം മെറ്റീരിയൽ ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടിയതല്ലോ. നമുക്കുള്ളതെല്ലാം ദൈവം തന്നോ? റോമലേഖനം 8-ാം അധ്യായത്തിൽ അവനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ എന്നുള്ളിടത്ത് ആ സകലം എന്നുള്ളിടത്ത് എഴുതിയിരിക്കുന്ന ഗ്രീക്ക് പദം പാൻഡ എന്ന വാക്കിന്റെ അർത്ഥം എനിത്തിങ് യവരി എന്ന് പറഞ്ഞാൽ അവനോട് കൂടെ എന്റെ ജീവിതത്തിന് ആവശ്യമുള്ളത് മുഴുവൻ അവിടുന്ന് താങ്ങും. അതിനകത്ത് എന്റെ ആരോഗ്യം, എന്റെ സൗന്ദര്യം, എന്റെ ഭൗതികത, എന്റെ കുടുംബം, എനിക്കുള്ളതെല്ലാം അതിനകത്തുണ്ട്.
പല മനസ്സിലാകുന്നുണ്ടോ? തരുന്നത് ദൈവമാണ്. ഞാൻ പറയാം, ഈ രാത്രി നിന്റെ ഭൗതിക മേഖലയിൽ എവിടെയെങ്കിലും ഒരു തകർച്ച നീ അനുഭവിക്കുന്നെങ്കിൽ, നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു തകർച്ച അനുഭവിക്കുന്നെങ്കിൽ, ഒരു രോഗം അനുഭവിക്കുന്നെങ്കിൽ, ഇതൊന്നും ഒരു വിഷയമല്ലെന്ന്. ഇതിനെയൊക്കെ തരാനും ഇതിനെയൊക്കെ നിറയ്ക്കാനും കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ ലക്ഷ്യമാകുന്നതിൽ തുടർന്നു പോകുമ്പോൾ വരേണ്ടതല്ല വന്നോളും. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അവിടുന്ന് അറിയുന്നു. അവനറിയാം ഇതൊക്കെ ആവശ്യമാണ്. ഹലോ, സോറി. ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങള് അങ്ങോട്ട് പോവുകയാണ്. അപ്പോ സ്തോത്രം, ജോജോമാറിന്റെ മോള്, രണ്ടാമത്തെ മോള് മമ്മി എന്ന് വിളിച്ചു. അങ്ങനെ മമ്മി ചോദിക്കും, വിശക്കുന്നു. അപ്പൊ മമ്മി എന്ന് വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, പക്ഷെ കൊച്ചിന്റെ മമ്മിക്ക് മനസ്സിലായി എന്താണ് അർത്ഥം. അപ്പൊ ഉടനെ ചോദിക്കുക, വിശക്കുന്നു. ഇതുപോലെയാണ് നമ്മുടെ കർത്താവ്. നീ ഇവിടെ കിടന്ന് കൈ കാലോട്ട് വരുമൊന്നും വേണ്ട, നീ മമ്മി എന്നൊന്ന് വിളിച്ചാൽ മതി. കർത്താവിന് അറിയുക അവരെ എന്തിനാ വിളിച്ചത്. വല്ല മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ കിടന്ന് പറയുകയൊന്നും വേണ്ട. കർത്താവ് തരാനുള്ളത് സമയങ്ങളിൽ കാണുള്ളൂ. ചില മേഖലകളിൽ ദൈവം നമ്മളെ ബാലൻസ് ചെയ്യുന്നു. എന്നെ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാ നിയമം? എന്നെ ബാലൻസ് ചെയ്യുന്നത് എന്നെയും എന്നെ പോലുള്ള ദൈവദാസന്മാരെ എല്ലാം ചില മീറ്റിങ്ങുകളൊക്കെ വമ്പൻ ഫ്ലോപ്പ് ആയിരിക്കും. 8 നില പൊട്ടും. പകലത്തെ മീറ്റിംഗ് ഭയങ്കര അനുഗ്രഹമായിരിക്കും. പകലത്തെ ഹാർമോറി റൂമിലോട്ട് കയറി കിടന്ന് ഒറ്റ ഉറക്കമാണ്. ഹാർമോണിയാകുമ്പോൾ എഴുന്നേക്കും, കുളിച്ച് റെഡിയായി 7:15 സ്റ്റേജിൽ കയറും. പകലത്തെ ആ ഹാങ്ങോവർ, പകലത്തെ ഭയങ്കര സന്തോഷമാണ്. പകല് കർത്താവ് ഉപയോഗിച്ചു രാത്രിയിലും അതിന്റെ ബാക്കി സംഭവിക്കും. ഈ വിശ്വാസത്തിൽ കയറും, 8 നില പൊട്ടും. ഒറ്റ നിന്ന് 3 പ്രസംഗം തീരും. ഹലോ, വായിന്ന് വാക്കുകൾ വരത്തില്ല, വെളിപ്പാടില്ല, വളരെ ഡ്രൈ ആകും. അന്ന് രാത്രി ചെന്ന് കർത്താവിന് മുമ്പിൽ കിടക്കും, കർത്താവ് ഇനി പറ്റത്തില്ല, എന്നെ സഹായിക്കണം. പകലത്ത് ഭയങ്കര ആൾക്കാരായിരുന്നു. അയ്യോ, രാത്രി ചെന്ന് കർത്താവ് രാവിലെ കരഞ്ഞ് വിളിച്ച് വീണ്ടും സ്റ്റേജിൽ കയറും. കർത്താവ് ഉപയോഗിക്കും. കർത്താവ് എന്നെ ബാലൻസ് ചെയ്തില്ല, ഞാനൊരു മഹാ അഹങ്കാരിയാണ്. എന്തിനെ എന്റെ കാര്യം പറഞ്ഞ പൗലോസിനോട് പറഞ്ഞു, വെളിപ്പാടിന്റെ ആധിക്യം കയറി നീ നിഗളിച്ച് നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി നിന്നെ ബാലൻസ് ചെയ്യാൻ നിന്നെ കുത്താൻ തീർന്നോ? ചിലപ്പോ ദൈവം അത് ചെയ്യും. ഇപ്പൊ നീ അനുഭവിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസും ചില ശാരീരിക അസ്വസ്ഥതകളും ഇത് പിറുപിറുക്കാനുള്ള സമയമല്ല. കർത്താവേ വല്ലതും തരണേന്ന് പറഞ്ഞ് അവിടുത്തെ മുമ്പിൽ വീഴാനുള്ള അവസരം ഉപയോഗിച്ചോ. അതിനെ കുറിച്ചൊന്നും വരികയില്ല. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. ചേർന്നരാമേ പറഞ്ഞു. അപ്പൊ ഈ ആത്മാവ് ഉണ്ടെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഉയർക്കാൻ പറ്റത്തുള്ളൂ. സ്വതന്ത്രം. അതിന്റെ തൊട്ടും പറയാൻ യേശുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പ്രബലമാണ്. യേശുവിന്റെ ആത്മാവില്ലാത്തവൻ എമറേറ്റ് കാണും, പക്ഷെ യേശുവിനോടൊപ്പം കാണത്തില്ല. ഇവിടുത്തെ രജിസ്റ്ററൊക്കെ ഉണ്ടോ? രജിസ്റ്ററൊക്കെ ഇല്ലയോ? ഉണ്ടോ? വരും. അയ്യോ, രജിസ്റ്ററൊക്കെ ഇവിടെ കാണും. നാട്ടിലല്ലയോ രജിസ്റ്റർ. അയ്യോ, സ്വന്തം. അപ്പൊ രജിസ്റ്ററിലൊക്കെ കാണും കേട്ടോ. ടൈറ്റിങ്ങിലൊക്കെ മുൻപിലായി, പക്ഷെ ആത്മാവില്ലെങ്കിൽ അവനുള്ളവനല്ല. എല്ലാം പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ആത്മനാമ പ്രാപിച്ചോ. അന്യഭാഷ പറയുന്നവരെ നോക്കി എന്തുവാണ് ഈ പറയുന്നത്? ചിലർ പറഞ്ഞു ഈ കലവില എന്ന് പറയുന്നത് ഇതെന്തുവാ? വല്ലവർക്കും മനസ്സിലാകുന്ന വല്ലതും പറ. വല്ലവർക്കും മനസ്സിലാകുന്ന ഭാഷയല്ലേ നമ്മൾ ഈ പറയുന്ന ഭാഷ. ഞാൻ പറയുന്ന മലയാളം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലയോ? ഇല്ലേ? നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഭാഷകൾ. ഹലോ, നമുക്ക് മനസ്സിലാകാത്ത ഭാഷയാണ് അന്യഭാഷ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കർത്താവിന് മനസ്സിലാകും. എന്റെ പൊന്നച്ച, കർത്താവിന് മനസ്സിലാകേണ്ടുന്നത് നിനക്ക് മനസ്സിലാകുന്നത് എത്ര നിർബന്ധം? നിനക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ തമിഴിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ പറയാം. സ്വന്തം. ഇനി നീ പറയുന്നത് അത് കർത്താവിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത്യാവശ്യം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒന്നുകൂടി 14 അധ്യായം വീട്ടിൽ നിന്ന് വായിക്കണം. സ്വതന്ത്രം. അവിടെ പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് ആരും തിരിച്ചറിയുന്നില്ലല്ലോ. അന്യഭാഷയുടെ പ്രത്യേകത എന്തോ?
എങ്ങനെ ആരും തിരിച്ചറിയുന്നില്ലെന്ന് എഴുതിയിരിക്കുന്നിടത്ത് അച്ഛൻ എന്താ ചിത്ര നിർബന്ധം തിരിച്ചറിയണം? കർത്താവ് പറയുന്നത് ആരും തിരിച്ചറിയുന്നില്ലല്ലോ, കാരണം എന്നോട് പറയുന്നതാണ്. ഹലോ ഹലോ സ്വന്തം. അതുകൊണ്ട് കലവില പറയുന്നതാണെങ്കിൽ കർത്താവിനോട് സംസാരിക്കണം, മര്യാദയ്ക്ക് പ്രാപിച്ചോണം, അല്ലെങ്കിൽ പെട്ടിക്കകത്തൊന്നും എഴുന്നേക്കാൻ പറ്റത്തില്ല കേട്ടോ. അയ്യോ, ഞങ്ങളൊക്കെ വന്ന് പ്രസംഗിക്കുന്ന എന്നാ പ്രസംഗം അറിയോ? മരണത്തിനൊക്കെ ചെന്ന് പ്രസംഗിച്ചു കഴിഞ്ഞു അല്പം കവിത ഇച്ചിര പ്രാസം ഒക്കെ ചേർത്ത് ഞങ്ങളങ്ങ് തട്ടും. അല്ലേ ഈ പുള്ളി പെട്ടിന് പൊങ്ങുന്നൊക്കെ ഞങ്ങളങ്ങ് പറയും, അല്ലേ ഇല്ല. പക്ഷെ ആത്മനിറവില്ലെങ്കിൽ പ്രസംഗം എല്ലാം വെറുതെ കേട്ടോ, വെള്ളോട്ട് പോവുകയില്ല. അപ്പൊ എങ്ങനെയാണ് ഞാൻ വിശുദ്ധനായി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അവന്റെ ആത്മാ, എന്റെ അവയവങ്ങളെ എനിക്ക് എങ്ങനെ മരിപ്പിക്കാൻ കഴിയും? അവന്റെ ആത്മാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ടോ? ചേർന്ന് രാമേ പറ, ഓരോ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഈ ഞാൻ ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം, എങ്ങനെയാണ് പാപസംബന്ധമായി മരണം ആരംഭിക്കുന്നത്? ഞാൻ നീതിമാനായി, ഇനി എന്റെ അവയവങ്ങളിൽ ഒരു മരണം സംഭവിക്കണം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എവിടെയാണ് അതിന്റെ ബിഗിനിങ്? റോമലേഖനം 6-ാം വാക്യം നോക്കി, 3-ാം വാക്യം നോക്കി. പേര് പറഞ്ഞ് ഞാൻ വിമർശിക്കുക, എന്നോട് പണങ്ങൊന്നും ചെയ്യരുത്. സജിത്തും കൂട്ടിയൊക്കെ പറയുന്നത് സ്നാനപ്പെടുവൊന്നും വേണ്ടെന്നാ പറയുന്നത്. അപ്പോസ്തലന്മാര് സ്നാനപ്പെട്ട്, നിങ്ങൾ കേട്ട് കാണും, അപ്പോസ്തലന്മാര് സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല. എനിക്ക് പുള്ളിയോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഇത്യാദി കാര്യങ്ങളോട് സ്തോത്രം അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോസ്തലന്മാര് സ്നാനപ്പെട്ടെന്ന് എഴുതിയിട്ടില്ല, അതുകൊണ്ട് സ്നാനപ്പെടേണ്ടെന്നാണ് പുള്ളി പറയുന്നത്, സ്തോത്രം. പക്ഷെ ഞാൻ പറയാം, യേശുവുമായിട്ട് ബന്ധം ഉണ്ടാകണമെങ്കിൽ സ്നാനപ്പെട്ട പറ്റത്തുള്ളൂ. ഇവിടെ എന്താ പറയുന്നത്? അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താണ്. അപ്പൊ യേശുവിനെ എന്നെ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഇവിടെ ഉണ്ടെങ്കിൽ അത് സ്നാനമാണ്, വേറെ ഒരു പരിപാടിയില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അമ്മേ, പിന്നെ കൃപയെ കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിൽ പുറകാലം എന്നോട് ചോദിച്ചാൽ മതി. അത് വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ പ്രസംഗം ഇവിടെ തീരത്തില്ല. ഞാൻ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറ്റം പറയുകയല്ല, സ്തോത്രം. ഇതൊരാവശ്യമാണ്, സ്നാനം ഒരാവശ്യമാണ്. ശബ്ദം ഉയർത്തി രാമേമാണ്, സ്നാനം ഒരാവശ്യമാണ്. ഇത് കർത്താവ് പറഞ്ഞതാ സ്നാനപ്പെടണമെന്ന്. പിന്നെ ആരെങ്കിലും കൃപയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശരിയല്ല പ്രിയരെ. അത് അവരുടെ ഉപദേശം. സ്നാനം ഒരാവശ്യം. ഞങ്ങളുടെ ആ ചോദ്യം, കുരിശി കടന്ന കള്ളൻ സ്നാനപ്പെട്ടോ? എന്റെ മറു ചോദ്യം, അല്ലെങ്കിൽ ഏത് കള്ളനാണ് സ്നാനപ്പെടുന്നത്? ഒരൊറ്റ കള്ളനെ സ്നാനപ്പെടും എന്തൊന്നില്ല. പിന്നെ കുരിശി കടന്ന കള്ളന്റെ കാര്യം പറഞ്ഞെങ്കിൽ സ്നാനം എന്നുള്ളതിന്റെ അർത്ഥത്തോട് ശരിക്കും ഏകീഭവിച്ച പുള്ളിയാണ് കള്ളൻ. മനസ്സിലായോ? ഇന്ന് രാത്രി എന്നെ ശരിയാക്കുന്നു ഞാൻ വളരെ ചില സ്നാനപ്പെടാത്ത സ്വർഗത്തിൽ പോകുക. പാസ്റ്ററെ, സ്നാനപ്പെടാത്ത സ്വർഗത്തിൽ പോകാം. ആശ്വാസം. സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയുള്ളൂ. രക്ഷിക്കപ്പെടുന്ന അപ്പം തന്നെ ഒരു അറ്റാക്ക് വന്നെങ്കിൽ ചാടും. എന്റെ തങ്കപ്പെടെ സ്നാനപ്പെടാൻ നേരെ സ്വർഗത്തിൽ പോകും. എന്നാൽ സ്നാനപ്പെടാൻ അവസരം കിട്ടിയിട്ടും സ്നാനപ്പെട്ടില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാന്ന് ഞാൻ പറഞ്ഞു. നല്ല മനസ്സിലാകുന്നു. അപ്പൊ ഇവിടെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇനി ആളെ പറ്റി നോക്കി, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇനി 7-ാം വാക്യം, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചേ, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന്. എങ്ങനെ മരിച്ചവൻ? ഞാന് വെള്ളത്തിൽ മുങ്ങുമ്പോൾ സ്നാനത്തിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന്, വെള്ളത്തിന്റെ അകത്ത് മുങ്ങുക. 2, വെള്ളത്തിൽ നിന്ന് പൊങ്ങുക. ഞാൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ അവന്റെ മരണത്തോട് പങ്കാളിയാവുക. ഞാൻ വെള്ളത്തിൽ നിന്ന് പോകുമ്പോൾ അവന്റെ പുനരുത്ഥാനത്തോട് പങ്കാളിയാകും. അപ്പം ഞാൻ വെള്ളത്തിൽ മുങ്ങി അവന്റെ മരണത്തോട് പങ്കാളിയായപ്പോൾ ഇതിവിടെ ശ്രദ്ധിച്ചേ, അങ്ങനെ മരിച്ചവൻ എങ്ങനെ പങ്കാളിയായി അവന്റെ മരണത്തോട് ഏകീഭവിച്ചു. അപ്പൊ ശരിക്കും സ്നാനക്കടവിൽ എന്താ സംഭവിച്ചത്? മരണം. ചേർന്ന് രാമേ പറ. സ്നാനക്കടവിൽ എന്തോ സംഭവിച്ചത്?
എന്ന് പറയുന്ന മരണം തുടങ്ങിയത് എവിടെയാണ്? സ്നാനകടവിൽ. ഇപ്പോൾ നാം ഇനി ആത്മാവുമായിട്ട് സഹകരിച്ചാൽ ഈ മരണം അതിന്റെ കംപ്ലീറ്റ് ലെവലിലേക്ക് എത്തുകയാണ്. ഈ പറയുന്ന വാക്കിലേക്ക് അങ്ങനെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. 11 വാക്യം, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ മരണം 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 മരണം. ഇനി 16 വാക്യത്തിന്റെ ബി പാട്ട്, ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. നമ്മൾ എന്ത് ചെയ്തു? മരിച്ചു. എവിടെ? പാപസംബന്ധമായി മരണം ആരംഭിച്ചത് എവിടെ? സ്നാനക്കുളത്തിൽ. ഇത് കണ്ടിന്യൂ ചെയ്യണം. എവിടെയൊക്കെ? കണ്ണിൽ, കാതിൽ, വായിൽ. ജീസസ്. ഞാനിത് ജോലപ്രദമായിട്ട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, അമ്മേ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴി പറയായിരുന്നു, പണ്ട് പെന്തക്കോസുകാരെല്ലാം ദൈവമക്കളായിരുന്നു. ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ദൈവമക്കളല്ല പെന്തക്കോസുകാരാണ്. പണ്ട് പെന്തക്കോസുകാരല്ല ദൈവമക്കളല്ല. ഇപ്പോഴും ദൈവമക്കളല്ല, അതുകൊണ്ട് പെന്തക്കോസുകാരല്ല ദൈവമക്കളല്ല. മനസ്സിലായില്ല? ദൈവമക്കളല്ല അവിടെ ഉണ്ട്, പെന്തക്കോസിലുണ്ട്. പക്ഷേ പെന്തക്കോസുകാരല്ല. അത്ര മനസ്സിലായി? പിടികിട്ടിയില്ല. അതിന് പെന്തക്കോസിലുള്ള പകുതി ആളുകളും വളരെ കഷ്ടിച്ചാ പോകുന്നത്. എന്നോട് പിണങ്ങാതിരിക്കുക, പിണങ്ങിയാൽ എനിക്ക് കുഴപ്പമൊന്നും. ഞാൻ വ്യാഴാഴ്ച രാത്രി ഇവിടെ പോകും. അല്ലേ ഉള്ള കാര്യം. കണ്ണുകൂടിയന്മാരെ കൊണ്ട് നിറയുക സഭ. ഞായറാഴ്ച വന്ന് വെള്ളിയാഴ്ച വന്ന് കച്ചടത്താറാ പറയും. പക്ഷെ ഇടക്കിടക്ക് ഒരു ശകലം വേണം. എവിടെ പോന്നെ? പെന്തക്കോസ്. എന്നാ ഇങ്ങനെയുള്ളതിന് എന്താ മുടക്കാത്ത? അതിനെ മുടക്കിയാൽ അമ്മാമ്മയും 3 പിള്ളേരും വഴിയാകാരം ആകുന്നത് കൊണ്ട് ഇതിനെ വഹിക്കുക സഭ, ചുമക്കുക. മനസ്സിലാകുന്നില്ലല്ലോ? പിടികിട്ടുന്നോ? കോംപ്രമൈസ് ഇല്ല കേട്ടോ. ഈ കാര്യങ്ങളോടൊന്നും കോംപ്രമൈസ് ഇല്ല. ഞാനത് അടുത്ത ദിവസങ്ങളിൽ ഞാനത് പരാമർശിക്കാം. ഇതൊരു ക്രൂഷ്യൽ ടൈമാണ്. ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് വചനം പറയണം? എന്തുകൊണ്ട് കട്ടിയായ കാര്യങ്ങൾ പറയണം? കാര്യം പറയാം. എന്റെ പൊന്നു മനോജ് ഭാസ്കരൻ, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം. നോഹയ്ക്ക് ഏത് കാലമാണെന്നറിയോ? നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നുള്ളിടത്ത് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് കൃപ ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപ ലഭിച്ചു, ഇനിയിപ്പം നോഹ ഒന്നും ചെയ്തൊന്നുമില്ല, ദൈവം കൊടുത്തു. അങ്ങനല്ല. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് നോഹ ഫൗണ്ട് favor in the eyes of the Lord. ഇതിനകത്ത് ഗ്രേസ് എന്ന് എഴുതിയിരിക്കുന്നത് നോഹ ഫൗണ്ട് favor in the eyes of the Lord. ദൈവത്തിന്റെ ഹൃദയത്തിൽ നോഹ പ്രീതി സ്ഥാപിച്ചു. നോഹയ്ക്ക് കിട്ടിയതല്ല, നോഹ സ്ഥാപിച്ചു. കേട്ടോ? നോഹ എന്ത് ചെയ്തു? ഏത് കാലത്താണ് നോക്കണം? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. പെരുകി തുടങ്ങിയപ്പോൾ ജനിച്ചപ്പോൾ കേട്ടോ, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യം ഉള്ളവരെന്ന് കണ്ട് അവർക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുക്കുന്ന കാലത്ത് അവിടെ ആരാ ദൈവത്തിന്റെ പുത്രന്മാർ? ദൈവത്തിന്റെ പുത്രന്മാർ ദൂതന്മാരല്ല. അമ്മേ, എന്തുകൊണ്ട് ദൈവത്തിന്റെ പുത്രന്മാർ ദൂതന്മാരല്ല എന്ന് പറയുന്നു? 6-ാം അധ്യായത്തിൽ അവിടെ ദൈവത്തിന്റെ പുത്രന്മാർ ദൂതന്മാരല്ല എന്ന് പറയാനുള്ള കാരണം 3-ാം വാക്യം.
എന്തുവാ ആ വാക്ക് ശ്രദ്ധിക്കേ. അവൻ ആരാണ്? ഈ വാക്ക് കൺട്രോൾ ചെയ്യണേ. അവൻ ആരാണ്? ജഡ തന്നെയുണ്ട്. ഇനി അതിന്റെ താഴോട്ട് വരുമ്പോ അവന്റെ ആയുഷ്കാലം എത്ര വാക്യത്? 3-ാം വാക്യം. അവന്റെ ആയുഷ്കാലം 120 വർഷം കഴിഞ്ഞ് ദൂതന്മാർ ആരെങ്കിലും മരിച്ചിട്ട് അവരുടെ ശവസംസ്കാരം പത്രത്തിൽ പബ്ലിസിറ്റി ചെയ്ത് നമ്മൾ ആരെങ്കിലും അടക്കത്തിന് പോയിട്ടുണ്ടോ? ഉണ്ടോ? അപ്പം ദൈവത്തിന്റെ പുത്രന്മാരും എന്തുവായിരുന്നു? അവരുടെ ആയുഷ്കാലം എത്രയായിരുന്നു? നിങ്ങൾ ഇനി പറയാം, ഇത് ദൂതന്മാരാണോ? അപ്പൊ ദൈവത്തിന്റെ പുത്രന്മാര് മനുഷ്യർ തന്നെ ആയിരുന്നില്ലേ? ആണോ? അപ്പൊ ഇനി ആരായി ദൈവത്തിന്റെ പുത്രന്മാര്? മനുഷ്യന്റെ പുത്രിമാര്? ദൈവത്തിന്റെ പുത്രന്മാർ. എനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ പുത്രന്മാർ ഹാബേലിന് പകരം ആദമിന് ദൈവം കൊടുത്ത മകനായ ശേത്തിന്റെ പരമ്പരയിൽ, മനുഷ്യരുടെ പുത്രിമാർ കയീന്റെ പരമ്പരയിൽപ്പെട്ടവരുമാണ്. കയീന്റെ വംശപാരമ്പര്യം 5-ാം അധ്യായത്തിൽ എഴുതിക്കും. ശേത്തിന്റെ വംശപാരമ്പര്യവും. അപ്പൊ ദൈവത്തിന്റെ പുത്രന്മാർ, മനുഷ്യന്റെ പുത്രിമാർ, ഇവരെന്താ ചെയ്തത്? 2-ാം വാക്യം. ബോധിച്ച ഏവരെയും കേട്ടോ, സൗന്ദര്യമുള്ളവരെന്ന് കണ്ടപ്പോ ബോധിച്ച ഏവരെയും ഭാര്യമാരെടുത്തു. ആര്? ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രന്മാരെ നടന്നു വരുമ്പോ സൗന്ദര്യമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ കണ്ടാൽ അപ്പൊ അങ്ങ് ഭാര്യയാക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് ബോധിച്ച ഏവരെ. ബോധിച്ച ഏവരെ. അതാ കണ്ട, ബോധിച്ച ഏവരെയും ഭാര്യമാരാണ്. ഹല്ലേലൂയ. ഒരു ലെവലൊന്നുമില്ല. ഈ കാലഘട്ടത്തിലെ നോഹ ദൈവത്തിന്റെ ഹൃദയത്തിൽ പ്രീതി സമ്പാദിച്ചത്. എന്റെ പൊന്നു സഹോദരന്മാരെ, പ്രസംഗിക്കാൻ മനോനിമോഷം പോലെ ഒരു പാസ്റ്റില്ല. അന്ന് പ്രസംഗിക്കാൻ ഇതുപോലൊരു ബൈബിളില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചൂടാക്കാൻ ഞങ്ങളെ പോലെയുള്ള ആളുകളില്ല. ഇതുപോലെയുള്ള ചർച്ച് കോമ്പൗണ്ടുകളില്ല. ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് കൃപ ലഭിച്ചത് എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെ നിന്നു? ലോകം നിന്നത് നമുക്ക് സഹിക്കാം. 3 ആൺപിള്ളേരെ വളർത്തിയത്. ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുക്കാൻ അവസരമുള്ള ഒരു കാലത്ത് നോഹയ്ക്ക് കൃപ ലഭിച്ചു. വളരെ ഈസി ആയിരിക്കുന്നു. നോഹയ്ക്ക് കൃപ ലഭിച്ചിട്ട് നോഹ എന്ന് പോവല്ല, 3 ആൺപിള്ളേരെ കൂടെ ഈ കൃപക്കകത്ത് നിർത്തി നോഹ. ഇവൻ സ്കൂളിലും കോളേജിലും പോയപ്പോ അവൻ ബോധിച്ച എല്ലാത്തിനും ഭാര്യമാരായിട്ട് എടുക്കുന്ന കൂട്ടുകാരിമാർ ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്വാധീനം ഈ തലമുറയെ തൊടാത്ത വിധത്തിൽ നോഹയുടെ തലമുറയെ വളർത്തി. ഞാൻ ചോദിക്കട്ടെ, നിന്റെ 13-കാരനെ നിയന്ത്രിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ പിതാവേ? നിന്റെ 13-കാരിയെ കൂട്ടായി ഇരുത്താൻ നിനക്ക് പറ്റുന്നുണ്ടോ? ഇതൊന്നും ചിരിപ്പിക്കാൻ പ്രസംഗിക്കേണ്ട കാര്യമല്ല. എന്നെ പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള പുള്ളികൾക്ക് ഇത് പറയാനും പറ്റുള്ളൂ. ഞങ്ങളെ പറഞ്ഞിട്ടു. എന്റെ ചോദ്യം, നിന്റെ തലമുറയെ നിനക്ക് ഈ കൃപയ്ക്കകത്ത് നിർത്താൻ പറ്റുന്നുണ്ടോ എന്ന ചോദ്യം. ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കാൻ ക്ലാസ് ഉള്ളിടത്ത്, വായിക്കാൻ ബൈബിൾ ഉള്ളിടത്ത്, ചർച്ച ഉള്ളിടത്ത്, കൂട്ടായ്മ ഉള്ളിടത്ത്, ഞങ്ങളെ പോലുള്ള പ്രസംഗകരുള്ളിടത്ത് നിലനിർത്താൻ പറ്റുന്നുള്ളൂ. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നോഹ ഈ കൃപ നിർത്തി. കെ.വി. സൈമൺ സാറിന്റെ വേദവികാരം എന്ന് പറയുന്ന ഒരു കൃതിയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ അദ്ദേഹം ശുദ്ധ സംസ്കൃതവും നല്ല മലയാളം കൂടെ കൂട്ടിക്കലർത്തി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് വേദവികാരം. ഈ വേദവികാരം ഞാൻ ഒത്തിരി കാണാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അതിനകത്ത് തുടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിന്തിരുവടിയുടെ മഹാത്മ്യം ഒരുക്കുവാൻ അന്തരെ ചിന്തിച്ചൊരുക്കുന്ന ഒരു വാഗ്മിയുണ്ടോ എന്നിരിക്കവേ വെറും മന്ദനാം ഇവൻ ജ്യോതി മന്ദിരേന്ന് എനിക്ക് ചരിതം എങ്ങനെ വർണ്ണിക്കും? വല്ല മനസ്സിലായോ? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് വേദവികാരം. അതിനകത്ത് സാറ് ഈ നോഹയുടെ കാലത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, നോഹയുടെ പെട്ടകമണിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്,
അവിടുത്തെ നാട്ടുകാർ നോഹ പെട്ടകം എടുത്തപ്പോ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. പോതനാണ് ഇയാൾ, അയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു, നട്ടുച്ചക്ക് അർദ്ധരാത്രി വരുമെന്നോ. കേട്ടോ, പൊട്ടനാണ് ഇയാൾ തലയിൽ സ്ക്രൂ അയഞ്ഞതാണ്. എന്തോ പറയുന്നത്, നട്ടുച്ചക്ക് മഴ പെയ്യാത്ത കാലത്ത് മഴ പെയ്യുമെന്ന് ഒരു പെട്ടകം ഉണ്ടാക്കാൻ നാട്ടുകാർ പറഞ്ഞ് തലയിൽ സ്ക്രൂ ആയിരുന്നു. എന്നിട്ട് അവർ പറയാം, ഉറക്കം കുറഞ്ഞത് കൊണ്ടുവന്ന കറക്കമാണ് ഇത്, പക്ഷേ എന്നതേ ചൊന്ന് രണ്ടു കൂടി ഭംഗിയായി ചെയ്തിരിക്കും. വല്യപ്പൻ ഉറക്കം കുറഞ്ഞത് കൊണ്ട് വന്ന കറക്കമാണ്, എന്നതേ ചൊന്ന് രണ്ടു കൂടി ഭംഗിയായി ചെയ്യും. നമ്മുടെ ഭാഷ പറഞ്ഞ വല്യപ്പനെ കൊണ്ടുവന്ന് ആയുർവേദ മെഡിക്കൽ കോളേജിൽ കൊണ്ട് തല നെല്ലിക്കത്തോളം വെക്കാനാണ് നാട്ടുകാർ പറഞ്ഞത്. അമ്മേ, കാരണം പ്രസംഗം അങ്ങനത്തെയാ. മഴ പെയ്യാത്ത കാലത്ത് മഴ, പ്രസംഗം അങ്ങനത്തെയാ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഇവിടെ എനിക്ക് ഈ ഭാഗങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ കരണമെന്ന് തോന്നും. നിങ്ങൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, സ്തോത്രം. 120 വർഷം നോഹ പ്രസംഗിച്ചെന്ന് പറയുന്നത്. ഈ 120 വർഷം ഈ മനുഷ്യൻ പ്രസംഗിച്ചിട്ട് ഈ പിള്ളേർ അവരുടെ കൂട്ടുകാരോടുകൂടെ ഒപ്പം നടന്നിട്ട് എന്നെങ്കിലും ഒരിക്കൽ ഈ മക്കൾ എന്ന് അപ്പനോട് പറഞ്ഞു, അപ്പനെ പോലെ ഒരു ഫോട്ടോ നിങ്ങളല്ലാതെ ആരെങ്കിലും ഇത് പറയും, ഞങ്ങൾക്ക് ഈ വീട് പറ്റത്തില്ല എന്ന് ഈ തലമുറ പറഞ്ഞു. എനിക്ക് അവിടെയാണ് നോഹയെ സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നു. ലോകത്തിന്റെ മക്കളെ വളർത്തിയപ്പോ മക്കൾക്ക് അപ്പന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നോഹയുടെ മക്കൾ പറഞ്ഞു, എന്റെ അപ്പൻ ഒരു അബദ്ധം പറയത്തില്ല. എന്റെ പൊന്ന് പിതാക്കന്മാരെ, എന്റെ പൊന്ന് സഹോദരങ്ങളെ, നമുക്ക് ദൈവം ഉദരബലമായി തന്നിരിക്കുന്ന തലമുറയാണ് നമ്മെ കുറിച്ചുള്ള സാക്ഷ്യം പറയുന്നത്. അവർ പറയണം, എന്റെ അപ്പൻ അബദ്ധം പറ്റത്തില്ലെന്ന്. മനസ്സിലാക്കുന്നുണ്ടോ? അവര് പറയണം, എന്റെ അമ്മ പറഞ്ഞാൽ അത് തൂത, എന്റെ അമ്മയ്ക്ക് അബദ്ധം പറയാൻ പറ്റത്തില്ലെന്ന്. നീ വീട്ടിലിരുന്ന് അന്യഭാഷ പറയുമ്പോ കൊച്ചു പുറത്തോട്ട് ഓ തുടങ്ങി എന്ന് പറയാതിരിക്കണമെങ്കിൽ അതുങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം വേണം. നോഹയെ സല്യൂട്ട് ചെയ്യേണ്ടത് അവിടെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, പെട്ടകത്തിന്റെ വാതിലടയ്ക്കാൻ നേരത്ത് ഈ നോഹയുടെ 3 ആൺപിള്ളേർ മാത്രമല്ലായിരുന്നു, അവരുടെ 3 ഭാര്യമാരും പെട്ടകത്തിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. മരുമക്കളെ കൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അമ്മാവിയുണ്ട്. Praise the Lord. Amen. Praise the Lord. Amen. Praise the Lord. Amen. അപ്പൊ ഇങ്ങനെ ഒരു തലമുറയാണ് പാപം പ്രകമ്പനം കൊണ്ട് നിൽക്കുമ്പോ പാപത്തിന്റെ മായയിലെ പ്രപഞ്ചത്തിന്റെ അകത്തേക്ക് കാലെടുത്തു വെക്കാൻ ഇടവരാതെ ഒരു പുതുക്കമുള്ള ആത്മനിറവ് അനുഭവിക്കുന്ന ഒരു വിശുദ്ധ തലമുറയായി നിൽക്കാം. നിങ്ങൾ അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. മനോജ് പാസ്റ്റർ എല്ലാ തലമുറയും ചത്തുപോയി. ഇപ്പൊ നോഹയെ 3 പിള്ളേരും അവരുടെ ഭാര്യമാരും ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ദൈവം പ്ലാൻ ചെയ്യും. പക്ഷേ ഇതുങ്ങളെല്ലാം കൂടെ പാപം ചെയ്യും. നിങ്ങളതിന്റെ തൊട്ടടുത്ത ജനറേഷൻ ഏതപ്പന്റെയാ? മരുമക്കളെ കൂടെ കൃപയെ നിർത്തിയ, ബൈബിളില്ലാത്ത പ്രസംഗകരില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മക്കളെ നിർത്തിയ അപ്പന്റെ 2ാം തലമുറ ദൈവത്തിനെതിരെ ഒരു പണി ചെയ്തു, ഗോപുരത്തിന്റെ പണി. 3ാം തലമുറ, 4ാം തലമുറ തേരഹിന്റെ കാലത്ത് വന്നപ്പോ ഈ അപ്പന്റെ മക്കൾ വിഗ്രഹ കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. ഏതപ്പന്റെ? നോഹയുടെ. ഞാൻ ചോദിക്കട്ടെ, അബുദാബിയിലുള്ള എന്റെ ദൈവമക്കളെ, ഇത്ര നിറവിൽ നിന്ന ഒരപ്പന്റെ 4ാം തലമുറ വിഗ്രഹ കച്ചവടത്തിലേക്ക് തിരിഞ്ഞെങ്കിൽ എഫ്രൈമിനെ പോലെ മറിച്ചിടാത്ത ദോശ പോലെ മീറ്റിങ്ങിന് വന്നാലായി വന്നില്ലേലായി, കൂട്ടായ്മ ആദരിച്ചാലായി കൂട്ടായ്മ ആദരിച്ചില്ലേലായി, ഇങ്ങനെ പുറത്തുവരുന്ന പരുവത്തിൽ ജീവിക്കുന്ന നിന്റെ തലമുറയെ നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 20 വർഷത്തിന് മുമ്പുള്ള ലോകവും ഇപ്പോഴത്തെ ലോകവും കൂടെ ഒന്ന് ചിന്തിച്ച്. പാപം കണ്ണിന്റെ മുമ്പിൽ നിറഞ്ഞിരിക്കുക. ഇനി കർത്താവ് താമസിക്കുന്നെങ്കിൽ 20 വർഷത്തിനുള്ളിൽ ഈ ലോകത്തിന്റെ ഗതി എന്തായിരിക്കും? അന്നാണ് നിന്റെയും എന്റെയും തലമുറ ഈ ഭൂമിയിൽ നിൽക്കേണ്ടത്. ആ കാലഘട്ടത്തിൽ ഞാനും നീയും പ്രാപിച്ച കൃപ നഷ്ടപ്പെടുത്താതെ നമ്മുടെ തലമുറ നിൽക്കാൻ ഈ ദിവസം
മുമ്പിൽ ഇരുന്ന് വൃത്തിയായിട്ട് ഉറങ്ങണം കേട്ടോ. പറഞ്ഞ മനസ്സിലാകും. കർത്താവിനൊരു വിശുദ്ധ കൂട്ടത്തിൽ, കർത്താവിനൊരു വിശുദ്ധ കൂട്ടത്തിന് പാപസംബന്ധമായി മരിച്ചവർ ഞാനുണ്ടെന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? ഞാനിവിടെ ഉണ്ട് കർത്താവ്, ഞാനിവിടെ ഉണ്ട്. ഞാൻ പറയാം ശ്രദ്ധിച്ചേ. ഓ, ഇവിടുത്തെ ലൈഫ് ഞാൻ ഒരുപാട് പ്രാവശ്യം പലയിടങ്ങളിൽ പോയിരുന്നു. ഇവിടുത്തെ ലൈഫ് ഞാൻ മനസ്സിലാക്കിയത് 7 മണി 8 മണി 10 മണി വരെ, 8 മണി 10 മണി വരെ ജോലി ചെയ്തിട്ട് ചിലപ്പോ എല്ലാവരും കൂടെ പുറത്ത് പോയി ഫുഡ് കഴിച്ച് തിരിച്ച് കയറി 12 മണിയാവും. അപ്പൻ അങ്ങോട്ട് പോയി, അമ്മ ഇങ്ങോട്ട് പോയി, മക്കൾ അങ്ങോട്ട് പോയി, എവിടെയെങ്കിലും കിടന്നുറങ്ങി. 8:30 ആവുമ്പോൾ 10 മണിയാകുമ്പോൾ മക്കൾ എഴുന്നേറ്റു. 6:30 അപ്പൻ എഴുന്നേറ്റു, അപ്പം പോയി, മക്കൾ പോയി. എവിടെ കുടുംബ പ്രാർത്ഥന? ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള സഹോദരന്മാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ബാല്യകാലം ഒന്ന് പ്ലാൻ ചെയ്തു, ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ ബാല്യകാലം പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത്താഴം തരാത്ത ഒരു സമയം ഇല്ലായിരുന്നു. ഇന്നോ നമ്മൾ പറഞ്ഞ കുഞ്ഞെ പ്രാർത്ഥിച്ചില്ലേലും വേണ്ടിയല്ല, വല്ല കഴിച്ചിട്ട് പോയി കിടന്നോളാം. ഈ തലമുറ എവിടെയാ പോകുന്നത്? എന്താ പെന്തക്കോസ്തിന് ഇത്ര അപജയം പറ്റിയത്? ഈ വിധത്തിൽ നിഷ്ഠയില്ലാതെ വന്നതുകൊണ്ട്. ഞാൻ പറയുന്നത് ഒരു തലമുറയെ കുറിച്ചാണ്. ഇവിടെ ഇരിക്കുന്ന 5-6 പേരെ കുറിച്ചല്ല പറയുന്നത്. ദൈവം എനിക്കും നിനക്കും തന്ന തലമുറയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പാപസംബന്ധമായി മരിച്ച എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാം, ഭൂരിപക്ഷം ഇല്ല, ന്യൂനപക്ഷം മാത്രമായി നിൽക്കുന്ന ഒരു കൂട്ടമാണ്. ഇന്ന് രാത്രി ചിലർക്ക് തോന്നുമായിരിക്കും ഇത് കഠിനമാണ്. നോ, ഞാൻ പറഞ്ഞ കഠിനമില്ല, ഇത് ഉള്ള കാര്യമാണ്. ഉള്ള കാര്യം ഇങ്ങനെ ഒന്നും നിൽക്കാൻ കർത്താവിന്റെ വാക്ക് ഒത്തിരി അടുക്കല്ല കേട്ടോ. ഞാൻ പലരും പഠിക്കുന്നതോറും എനിക്ക് മനസ്സിലാക്കി ഈസി ആയിട്ട് ഇവിടുന്ന് ഒരു പോക്ക് നടക്കത്തില്ല. ഈസി ആയിട്ട് ഇവിടുന്ന് ഒരു പോക്ക് നടക്കത്തില്ല. ദൈവം അനുവദിച്ചാൽ നമ്മൾ വ്യാഴാഴ്ച രാത്രിയിൽ അത് ചിന്തിക്കും. ഈസി ആയിട്ട് ഇവിടുന്ന് ഒരു പോക്ക് നടക്കത്തില്ല. നാളെയും മറ്റന്നാളും നമ്മൾ നിത്യത എന്നുള്ള വിഷയത്തിൽ ഫോക്കസ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ മാക്സിമം ആളുകളെ കൊണ്ടുവരിക, പ്രയോജനപ്പെടും. നമ്മെ ഈസി ആയിട്ട് ഇവിടുന്ന് ഒരു പോക്ക് നടക്കത്തില്ല കേട്ടോ. കർത്താവരാക്കി പ്രാവചനികമായി കർത്താവിന്റെ വരവ് സമീപിച്ച് നിൽക്കുന്ന നാം ഒരു വിശുദ്ധ തലമുറയാണ് നിൽക്കേണ്ടത്. വെളിപ്പാട് പുസ്തകത്തിൽ പ്രാവചനിക സംഭവങ്ങൾ മഹോദരമ കാലഘട്ടത്തിന്റെ ലക്ഷണങ്ങളിലൊക്കെ കയറി കഴിയുമ്പോഴേ ഞെട്ടല തോന്നത്തുള്ളൂ. അയ്യോ, ഇതൊക്കെ ഭയങ്കര സംഭവമാണല്ലോ. ഞാൻ പറയാം, വെളിപ്പാട് പുസ്തകം പറയുന്ന മുഴുവൻ സംഭവങ്ങളുടെയും ടെസ്റ്റ് ടോസ് ഈ പ്രപഞ്ചത്തിൽ കർത്താവ് അടിച്ചു കഴിഞ്ഞു. ഒരു സംശയമല്ല ഇതൊക്കെ സംഭവിക്കുന്നു. എല്ലാം നടന്നു കഴിഞ്ഞു. എല്ലാം ടെസ്റ്റ് ഡോസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നവന് വിശ്വസിക്കത്തക്ക വിധത്തിൽ സകല ടെസ്റ്റ് ഡോസ് കർത്താവ് അടിച്ചു കഴിഞ്ഞു. ഇവിടെ നേഴ്സസ് കാണും. ഹോസ്പിറ്റലിൽ വന്നാൽ ചില പ്രത്യേക മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്യുന്നതിന് മുൻപ് ആദ്യം ഒരു പ്രത്യേക ഭാഗത്ത് ഒരല്പം മരുന്ന് ഇഞ്ചക്ട് ചെയ്യും. ശരിയാണോ? നേഴ്സസ് ഉണ്ടോ? ഒരല്പം മരുന്ന് ഇഞ്ചക്ട് ചെയ്യും. എന്നിട്ട് സ്തോത്രം അവിടെ ഒരു ചെറിയ വട്ടം വരയ്ക്കും. എന്നിട്ട് പറയും 10 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കുക. എന്തിനെന്നറിയാമോ? ഈ 10 മിനിറ്റിനുള്ളിൽ ഈ മരുന്ന് പുള്ളിക്ക് അലർജിയാണെങ്കിൽ ശരീരം ചൊറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് അർത്ഥം. മനസ്സിലാക്കുന്നു? ഇഞ്ചക്ഷൻ എടുക്കാൻ ചെന്നിട്ട് ഒരാൾ ഈ ചെറിയ കുത്ത് കിട്ടി, ഇതായിരുന്നു ഇഞ്ചക്ഷൻ, ഇത് വളരെ ഈസിയാണല്ലോ എന്ന് ചിന്തിച്ചാൽ ഡോക്ടർ പറയും നോ, വലുത് പുറകെ വരുന്നുണ്ട്, ഇത് കൊച്ച് ഒരു ടെസ്റ്റിംഗ്. ഇതേ ക്രമത്തിൽ പ്രപഞ്ചത്തിൽ കർത്താവ് ടെസ്റ്റിംഗ് അടിച്ചു കഴിഞ്ഞു, ബാക്കി പുറകെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് പോകാൻ നീക്കുക. ഇവിടെ അതിന്റെ ഇടയിൽ വേണ്ടുന്നതെല്ലാം ദൈവം നമുക്ക് തരും. നന്മ, ആരോഗ്യം, സൗകര്യം, സമ്പത്ത്, തലമുറ, കുടുംബം, വീട്, കാറ്, ഒന്നിൽ കുറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നാണ്. ഇത് കർത്താവിന് ഇഷ്ടം.
എന്റെ കുഞ്ഞുങ്ങൾ നന്നായി നടക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹം. അതേ ക്രമത്തിൽ ഞാൻ നിങ്ങൾ നന്നായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹം. അത് അവൻ നമുക്ക് നന്നായിട്ട് തരും. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതിലൊന്നും മനസ്സ് വെക്കരുത്. അതിലൊന്നും മനസ്സ് വെക്കരുത്. ഞങ്ങളുടെ ചർച്ചയിൽ ഒരു ഭയങ്കര ബിസിനസ് ഫാമിലിയുണ്ട്. സ്തോത്രം. അവരുടെ ടേൺ ഓവറൊക്കെ പറഞ്ഞ പല കാരണം അതുപോലെയുള്ള ടേൺ ഓവറുള്ള ബിസിനസ് ഫാമിലിയാണ്. അവിടുത്തെ മോന് ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒറ്റ ഉപദേശം: സമ്പത്ത് വർദ്ധിച്ചാൽ മനസ്സ് വെക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ഹല്ലേലൂയ. സമ്പത്ത് വർദ്ധിക്കട്ടെ, കർത്താവ് തരുന്ന അനുഗ്രഹം ധൈര്യമായിട്ട് പ്രാപിച്ചു. പക്ഷെ മനസ്സ് വെക്കരുത്. നമ്മുടെ മനസ്സ് നിത്യതയ്ക്കാണ്. എല്ലാ കർക്കിടക ദിവസം വേഗം ദിവസം എഴുന്നേറ്റ് എനിക്കറിയാം, ഞാൻ പറയുന്നതില്ല. നിങ്ങൾ ഗൗരവത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. കരയണമെങ്കിൽ കരയുക, നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കുക. അവ എനിക്ക് എത്തിക്കണം. എനിക്ക് അങ്ങേ കരയിൽ പോയത് വായി തുറന്നാട്ടെ. പ്രാർത്ഥിക്കുക. പാപസംബന്ധമായ ഒരു മരണം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് പറ, അപ്പാ, ഇതുവരെ എത്ര വലിയ ഗൗരവത്തിലൊന്നുമല്ല ഞാൻ ജീവിച്ചത്. എനിക്ക് മനസ്സിലായി ഇനി ഒരു ഗൗരവത്തിൽ തുടരണം. അങ്ങനെ ഒന്ന് നീക്കിയാൽ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. ചിലതിനൊക്കെ ഗുഡ് ബൈ പറഞ്ഞു, ചിലതിനോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞു, ചിലതിനോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞു. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. എവിടെയെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞിട്ട് പോലെ കർത്താവെ അറിയത്തില്ലായിരുന്നു, അതൊക്കെ ചെയ്തു പോയി. ഇനി അങ്ങനെയല്ല. ഇനി എന്റെ അവയവങ്ങളിൽ പാപം വ്യാപരിക്കുന്നില്ല. ഞാൻ പാപസംബന്ധമായി മരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. കർത്താവ് ചിലരെ ചേർത്ത് പിടിക്കാൻ പോയി. നിങ്ങളുടെ പരാജയങ്ങൾ ഒരു മനുഷ്യരോട് തുറന്നു പറയേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചെങ്കിൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ അത് ഇറക്കി വെക്കേണ്ട കാര്യമില്ല. ഹൃദയങ്ങളെ അറിയുന്നവർ ഈ രാത്രിയുടെ വന്നിട്ടുണ്ട്. അവിടുത്തോട് പറ. ഒരു പ്രവാചകനല്ല നിന്റെ പാപത്തിന് പരിഹാരം നൽകുന്നത്. ഒരു കൗൺസിലർ അല്ല നിന്റെ പാപത്തിന് പരിഹാരം നൽകുന്നത്. ഒരു പ്രീച്ചർ അല്ല നിന്റെ പാപത്തിന് പരിഹാരം നൽകുന്നത്. പാപത്തിന് പരിഹാരം നൽകി പാപ സംബന്ധമായി മരിച്ചവരാകത്തക്ക വിധത്തിൽ നിന്നെ ചേർത്ത് നിർത്തുന്നത് അവിടുന്നാണ്. ലാഭമായി തീരും സമസ്ത
നിന്റെ തലമുറയൊന്ന് പ്രാർത്ഥനയിൽ ഹോൾഡ് ചെയ്യും. ഈ ലോകത്തിന് ഞാൻ എന്റെ കുടുംബത്തെ വിട്ടുകൊടുക്കും. വിഷാദിന് ഞാൻ എന്റെ കുടുംബത്തെ വിട്ടുകൊടുക്കും. എന്റെ തലമുറ ഞാൻ വിട്ടുകൊടുക്കും. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഇതുപോലുള്ള പ്രസംഗങ്ങൾ എല്ലാ ദിവസങ്ങളും കേട്ടത് വരുന്നില്ല. ഒരുപക്ഷെ നാളെയും ഇതുപോലെ കേട്ടത് വരുന്നില്ല. യേശു ചെയ്തത് ഗത്സമനയിൽ അവൻ ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. വചനം ചൊല്ലി പ്രാർത്ഥിക്കും. വചനം ചൊല്ലി പ്രാർത്ഥിക്കും. ലോകത്തിന് ഇനി എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ തലമുറയും കിട്ടുന്നില്ല. പ്രതികരിച്ചോ, പ്രതികരിച്ചോ, പ്രതികരിച്ചോ. ഇനി കിട്ടുന്നില്ല, ഇനി കിട്ടുന്നില്ല, ഇനി കിട്ടുന്നില്ല. നിന്നെ അസാധാരണമായ ഒരു നിറവിലേക്ക് അവിടുന്ന് കൊണ്ടുപോവുകയാണ്. അസാധാരണമായ ഒരു നിറവിലേക്ക് അവിടുന്ന് കൊണ്ടുപോവുകയാണ്. ഈ രാത്രി പരിശുദ്ധ ചിലരെ ഇതിന്റെ നടുവിൽ തൊടുവാൻ പോവുകയാണ്. ചിലരെ ഇതിന്റെ നടുവിൽ തൊടുവാൻ പോവുകയാണ്. ചില പരാജയങ്ങളുടെ നീണ്ട കഥകളെ ഈ രാത്രി സ്വർഗ്ഗം അവസാനിപ്പിച്ചിട്ട് ആ ഈയുടെ അധ്യായങ്ങളെ കൊത്തി അടച്ചിട്ട് തന്റെ രീതികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു പുതിയ വിജയത്തിന്റെ ഫല. സ്ത്രീലമ്പടനായ ഒരു മനുഷ്യനായി എല്ലാം നഷ്ടപ്പെട്ട നിരാശ മാത്രം ബാധിച്ച് ഒരിക്കൽ സെന്റ് അഗസ്റ്റീൻ ഒരു അഭിഷേകത്തെ ആ ദൈവദാസൻ റോമാലേഖനത്തെ ആസ്പദമാക്കി സെന്റ് അഗസ്റ്റിനോട് സംസാരിച്ചു. കണ്ണുനീരോടുകൂടെ സെന്റ് അഗസ്റ്റിൻ അത് മുഴുവൻ കേട്ടു. പ്രാർത്ഥിച്ച് ആ ഭവനത്തിൽ നിന്ന് സെന്റ് അഗസ്റ്റിൻ ഇറങ്ങിയപ്പോൾ തെരുവിലൂടെ നടന്നു വരുമ്പോൾ തന്റെ ഒരു കൂട്ടുകാരി അഗസ്റ്റിനെ വിളിച്ചു. അഗസ്റ്റിൻ, അഗസ്റ്റിൻ. അഗസ്റ്റിൻ ആ സ്ത്രീയോട് തിരിച്ച് വിളിച്ചു പറഞ്ഞു, അഗസ്റ്റിൻ മരിച്ചുപോയി, അഗസ്റ്റിൻ മരിച്ചുപോയി, അഗസ്റ്റിൻ മരിച്ചുപോയി. അവിടെ നിന്ന് സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഉത്ഭവം ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി ലോകത്തോട് പറ, പഴയ മനുഷ്യൻ മരിച്ചുപോയി. പ്രതികരിക്കാമെങ്കിൽ പ്രതികരിക്കാൻ. മനുഷ്യമായി മനുഷ്യമായി ആരും നിൽക്കരുത്. കണ്ണുകൾ തുറന്ന് ആരും നിൽക്കരുത്. ഇന്ന് രാത്രി ലോകത്തോട് പറ, ആ പഴയ മനുഷ്യൻ മരിച്ചുപോ, ആ പഴയ മനുഷ്യൻ മരിച്ചുപോ. ഇന്ന് രാത്രി നീ ഇത് പ്രാർത്ഥിക്കുമ്പോൾ പാപത്തിൽ നിന്ന് മാത്രമല്ല, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വർഗ്ഗത്തിന്റെ മോചിപ്പിച്ച് പുറത്തുകൊണ്ടിരിക്കും. പലരും പാപം വിട്ടുകളഞ്ഞു, പക്ഷെ പാപത്തിന്റെ ശക്തി പലരും തുടരുന്നു. ഓ ജീസസ്. ഇപ്പോൾ പുക വലിക്കുന്നില്ല, പക്ഷെ പുക വലിക്കുന്ന ആരെങ്കിലും സമീപത്തുണ്ടെങ്കിൽ ആ ഗന്ധം ആസ്വദിക്കും. വലിക്കുന്നില്ല, ആ ആസ്വാദനം ആ പാപത്തിന്റെ ശക്തി. ഇന്ന് രാത്രി പാപസംബന്ധമായ മരണം അവൻ സംഭവിക്കുമ്പോൾ ആ ആസ്വാദനമായി ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ശക്തി ഇന്ന് രാത്രി ദൈവകൃപയാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പ്രതികരിച്ച് ചിലപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കും. ഈ രാത്രി ചിലരുടെ കാലത്തെ സ്വർണ്ണം കയറി പിടിക്കും, ചിലരുടെ കാലത്തെ സ്വർണ്ണം കയറി പിടിക്കും, ചിലരുടെ കാലത്തെ സ്വർണ്ണം കയറി പിടിക്കും. നിന്റെ വിശാദിന് കിട്ടുന്നില്ല, നിന്റെ വിശാദിന് കിട്ടുന്നില്ല, നിന്റെ വിശാദിന് കിട്ടുന്നില്ല.
പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. നോഹ ഫേവർ കണ്ടെത്തിയതുപോലെ ഈ രാത്രി ദൈവ ഹൃദയത്തിൽ ഫേവർ സ്ഥാപിക്കണം. ഞങ്ങളെ സഹായിക്കണം. ഇന്നലെ നിന്റെ ദാസൻ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞതുപോലെ എന്നെ ഒന്ന് നോക്കണമേ കർത്താവേ. പോകല്ലേ കടന്നെന്നെ പ്രിയ യേശുവിൻ, മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ നോക്കുക എന്നെയും എന്ന് പാടിയതുപോലെ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കടന്നു പോകണം. ഞങ്ങളെ കടന്നു പോകണം. വൃത്തിമായി നിലവിളിച്ചതുപോലെ യേശുവേ ദാവീദ് പുത്ര എന്ന് ഞങ്ങൾ നിലവിളിക്കുക. ഈ രാത്രി ഭാവസംബന്ധമായി മരണം കർത്താവേ, അത് ഇന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ ഞങ്ങൾക്കായി ഉള്ളിടത്തോളം കാലം എവിടെയൊക്കെ മ്ലേച്ഛതകൾ ഞങ്ങളുടെ മുൻപിൽ വരുമോ അവിടെയൊക്കെ ഞങ്ങളുടെ അവയവങ്ങൾ മരിക്കപ്പെട്ടവർ, കണ്ണുകൾ മരിക്കുന്ന, അധരം മരിക്കുന്ന, കാതുകൾ ആവശ്യമില്ലാത്തത് കേൾക്കാൻ നിൽക്കാതെ കാതുകൾ മരിക്കുന്നു, ആവശ്യമില്ലാത്തതിലേക്ക് കരങ്ങൾ നീട്ടാൻ കഴിയാത്ത വിധത്തിൽ കരങ്ങളിൽ മരണം സംഭവിക്കുന്ന ഈ രാത്രി അവിടുത്തെ നിറവ് ഇപ്പോൾ ഞങ്ങളുടെ അയച്ച വിശേഷിച്ച് ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് തന്ന ഉദരബലം അവരുടെ അനുഗ്രഹമാണ്. വഴിതെറ്റി പോകുന്ന ഒരുപാട് തലമുറകൾ ഉള്ള കൂട്ടത്തിൽ നോഹയുടെ തലമുറ അവനോട് ചേർന്ന് പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുമ്പോൾ പെട്ടകത്തിൽ കയറിയ പോലെ ദൈവമേ, ഞങ്ങൾക്ക് തന്ന തലമുറകൾ പെട്ടകത്തിൽ നിന്ന് പുറത്തു പോകുവാൻ ഇടവരാതെ ആ കൃപയിൽ ഈ ജനത്തെ രാത്രി ബ്ലസ് ചെയ്തായിരിക്കും. ഈ ജനം അനുഗ്രഹമായിരിക്കും. ഇതിന്റെ നടുവിൽ സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ലോസുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, സാലറി സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഓഫീസ് സംബന്ധമായ പ്രോബ്ലംസ് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ അവരുടെ കരത്തിൽ അവിടുന്ന് പിടിച്ചേണ്ട എല്ലാ സ്ട്രഗിളുകളും യേശുവിന്റെ നാമത്തിൽ ജനത്തെ വിട്ട് മാറിപ്പോകട്ടെ. എല്ലാ രോഗമണ്ഡലങ്ങളും ഇപ്പോൾ അഴിഞ്ഞു മാറുന്നു. ഈ ജനം അനുഗ്രഹിക്കപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ.